നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കള്ളവേഷം മതനിരപേക്ഷതയാണ്. UDF പറയുന്നത് ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണ്, LDFും അതുതന്നെ. പക്ഷെ ചോദ്യം ഇതാണ്, ഏത് വർഗീയതയ്ക്കെതിരെ? വോട്ട് കിട്ടുമ്പോൾ വർഗീയത ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വഴിമാറുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെപ്പറ്റി ചോദിച്ചാൽ സ്ഥിരം ഡയലോഗ്, ഞങ്ങൾ ചോദിച്ചില്ല, അവർ തന്നതാണ്. അപ്പോൾ ഒരു ചോദ്യം, വോട്ട് വേണ്ടെന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് അംഗീകാരമല്ലേ? ഒരു മതാധിഷ്ഠിത സംഘടനയുടെ രാഷ്ട്രീയ പിന്തുണ സ്വീകരിക്കുമ്പോൾ അത് മതനിരപേക്ഷം, അത് മറ്റൊരു പാർട്ടി ചെയ്താൽ വർഗീയതയാവും. ഇതാണ് ഇരട്ടത്താപ്പ്. മതം ഭൂരിപക്ഷമാണോ ന്യൂനപക്ഷമാണോ എന്നല്ല വിഷയം. മതത്തെ രാഷ്ട്രീയ ആയുധമാക്കിയാൽ അത് വർഗീയത തന്നെയാണ്. ഇന്ന് ചോദിക്കേണ്ടത് ഇതാണ്, UDF ന്യൂനപക്ഷ വർഗീയതയ്ക്കല്ലെങ്കിൽ അധികാരത്തിന് തടസ്സമാകുന്ന വർഗീയതയ്ക്കെതിരാണോ? ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചതിനാൽ UDF പിന്തുണ സ്വീകരിക്കുമെന്ന് VD സതീശൻ. ന്യൂനപക്ഷ വർഗീയതയെ പുണരുന്നതാണെന്ന് LDF. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മതാധിഷ്ഠിത സംഘടനകളുടെ അനുകൂല സിഗ്നൽ വന്നാൽ LDF പറയുന്ന സ്ഥിരം ഡയലോഗും, ഞങ്ങൾ ചോദിച്ചില്ല, അവർ തന്നതാണ്. വേണ്ടെന്ന് തുറന്നു പറയാൻ എന്താണ് തടസ്സം? പക്ഷം മാറുമ്പോൾ അവസാനിക്കുന്നതോ വർഗീയത? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDF സ്വീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടെ ഇന്ന് VD സതീശൻ നിലപാട് കൂടുതൽ വ്യക്തമാക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ വളരെ വ്യക്തമായി മതരാഷ്ട്രവാദത്തെ സംബന്ധിച്ച് അവരുടെ നിലപാട് വ്യക്തമായി പറഞ്ഞു. അവർ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബഹുസ്വര സമൂഹം നിലനിൽക്കുന്ന ഒരു രാജ്യത്തും ഒരു സംസ്ഥാനത്തും അത്തരമൊരു നിലപാട് ഞങ്ങൾക്കില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 40 വർഷം 4 പതിറ്റാണ്ട് കാലം ഇതൊക്കെ ഉപേക്ഷിക്കാത്ത കാലത്ത്, ഈ വാദം അവർക്കുള്ള കാലത്ത് അവർ CPMൻ്റെ കൂടെ ആയിരുന്നു. CPMൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവർ മതേതരവാദികൾ, CPMനെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ വർഗീയവാദികൾ. ആ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അവർക്കിപ്പോൾ ക്ലാരിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവർ വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ നിലപാട് ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് ഉപേക്ഷിച്ച ആളുകളെ ഞങ്ങൾ പിന്തുണച്ച ഇതാണ് UDFന്റെ നിലപാട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണയ്ക്കുവാൻ ഈ തെരഞ്ഞെടുപ്പിൽ തീരുമാനിച്ചിട്ടുണ്ട്. ആ പിന്തുണ സ്വീകരിക്കും എന്നാണ് UDF പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ CPM നേതാക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നത് വഴി ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് UDF ചെയ്യുന്നത് എന്ന്. പക്ഷേ മുൻപ് LDFനെ പിന്തുണച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമി. വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നതിന് മുൻപ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടും LDFനുള്ള പിന്തുണ തന്നെയായിരുന്നു. ഇതേപ്പറ്റി ചോദിക്കുമ്പോൾ അന്ന് ഞങ്ങൾ ചോദിച്ചില്ല, അവർ തന്നതാണ് എന്ന മറുപടിയാണ് LDF നേതാക്കളും നൽകുന്നത്. ഇന്ന് പ്രൈം ഡിബേറ്റിൽ ശ്രീ ശ്രീജിത് പണിക്കർ, ശ്രീ ആരിഫ് ഹുസൈൻ, ശ്രീ CK ഷാക്കിർ, ശ്രീ N ശ്രീകുമാർ, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ എന്നിവർ ചേരുകയാണ്. ശ്രീ CK ഷാക്കിർ, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മതനിരപേക്ഷ സംഘടനയായി മാറി അല്ലേ? നിങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യത്തിന് ഉത്തരമായി ശ്രീ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ചർച്ച എടുത്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണ്. 1977 ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യാൻ തീരുമാനിച്ച കാലം മുതൽ കേരളത്തിൽ CPMനൊപ്പമാണ്. അവരുടെ സ്ഥാനാർത്ഥിക്ക് പ്രത്യക്ഷമായി പിന്തുണ കൊടുക്കുകയും മൂല്യം കാണുകയും അവരോടൊപ്പം മുന്നണിയായി മത്സരിക്കുകയും ഭരിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. അത് കൃത്യമായി ശ്രീ VD പറഞ്ഞു. 4 പതിറ്റാണ്ട് കാലം ജമാഅത്തെ ഇസ്ലാമി CPMന്റെ MV ഗോവിന്ദന്റെ പാർട്ടിയുടെ കൂടെയായിരുന്നു. ഇപ്പോഴും കേരളത്തിലെ പല സ്ഥലങ്ങളിലും അവർ CPMനൊപ്പമാണ്. ആ ആളുകൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ, അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കേരളത്തിലെ പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെ ജനങ്ങൾക്ക് വികാരമുണ്ട്, ആ വികാരത്തിനൊപ്പം കേരളത്തെ രക്ഷിക്കാൻ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അപ്പൊ അവർ വർഗീയവാദികളാവുകയാണ്. നിങ്ങൾ ഒരേ തുലാസിൽ പല രീതിയിൽ ആളാക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ UDFന്റെയും LDFന്റെയും പ്രഖ്യാപിത നിലപാട് എന്ന് പറയുന്നത് ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഒരേപോലെ എതിർക്കും എന്നാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ സംഘടന അല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? വെൽഫെയർ പാർട്ടിക്ക് അങ്ങനെ ഒരു വർഗീയ നിലപാടില്ല എന്നാണോ പറയുന്നത്? പക്ഷെ മുൻപ് ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയായിരുന്നു. LDFന് വോട്ട് ചെയ്തിരുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞിരുന്നത് അവിടെ ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു LDF എന്നായിരുന്നു. അതുകൊണ്ടാണ് പക്ഷം മാറുമ്പോൾ വർഗീയതയുടെ ഈ അളവും തൂക്കവും മാറുമോ എന്നാണ്.
അല്ല, ഞങ്ങള് ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി വർഗീയ പാർട്ടിയാണ് എന്ന് ഏതെങ്കിലും കാലത്ത് പറഞ്ഞത് എനിക്കറിയില്ല. പ്രത്യേകിച്ച് അവരുടെ നയങ്ങളോട് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒക്കെ പല വിഷയത്തിൽ വിയോജിപ്പുണ്ട്. അതൊരു മതസംഘടനയാണ്. നമ്മൾ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം അടുത്ത കാലത്ത് രൂപം കൊള്ളുകയും ആ രൂപം കൊണ്ട ആദ്യകാലത്ത് ഉൾപ്പെടെ, ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ പലതവണ ഇവിടെ തന്നെ ചർച്ച ചെയ്താണ്, ഒരുപാട് പ്രാദേശിക ഭരണകൂടങ്ങളിൽ ഒരുമിച്ച് ഭരിച്ചിട്ടുള്ളവരാണ്. ഇപ്പോഴും നമുക്കറിയാം CPM SDPIയുമായി ചേർന്ന് ഭരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. RSSന്റെ പിന്തുണ വാങ്ങി അതെന്താണ് വിവാദമാക്കുന്നത്, വിവാദമാക്കാൻ കാര്യമുണ്ടോ എന്ന് MP ഗോവിന്ദൻ ചോദിച്ചതാണ്. ശ്രീ പിണറായി വിജയനും പറഞ്ഞു, ഞങ്ങൾ ഒരു കാലത്ത് RSSന്റെ വോട്ട് വാങ്ങിയിട്ടുണ്ട്, എല്ലാ കാലത്തും എല്ലാ പോലെ ആയിരിക്കും നിലപാട്. ശരിയാണ്, നിലപാടുകൾ മാറിക്കൊണ്ടേയിരിക്കും. ഒരു കാര്യമുള്ളൂ, ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പില്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പില്ല, പക്ഷെ വോട്ട് വാങ്ങുന്നതിൽ തെറ്റില്ല, അതാണല്ലോ അല്ലേ? അത് ക്ലാരിറ്റിയോട് കൂടി പറയണം. അല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പില്ല, പക്ഷെ വോട്ട് വാങ്ങുന്നതിൽ തെറ്റില്ല, അതാണല്ലോ അല്ലേ? അല്ല, അവരുടെ ആശയമല്ലല്ലോ വാങ്ങുന്നത്, അവരുടെ ആശയത്തിലേക്ക് നമ്മൾ ഒരു മിനിറ്റ് കേൾക്ക്. അതായത് കോൺഗ്രസിന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ആശയങ്ങളോട് അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിനോട് ജനങ്ങൾക്കുള്ള പ്രതിഷേധം അറിയിക്കാൻ അവർ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇത്തവണ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അതിലെന്താണ് കുഴപ്പമെന്നാണ് ശ്രീ VD സതീശൻ ചോദിച്ചിട്ടുള്ളത്. അല്ല, ഞാൻ ചോദിച്ച ഇത്രയേ ഉള്ളൂ. LDF ആണെങ്കിലും UDF ആണെങ്കിലും ആശയത്തോട് യോജിപ്പില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ, പക്ഷെ വോട്ട് കിട്ടിയാൽ വാങ്ങും. LDFിന് വേണ്ടി ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമി വോട്ട് ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഞങ്ങൾ ചോദിച്ചു വാങ്ങിയതല്ല, അവർ തന്നതാണ്, വർഗീയവാദികൾക്ക് വോട്ട് എന്ന രീതിയിൽ ഒരു വോട്ടില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഈ നിലപാട് തമ്മിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ അല്ലേ? നിങ്ങൾ വാങ്ങിയതല്ല, അവരുടെ ആസ്ഥാനമായി ഹിറ സെന്ററിൽ പോയി തലയിൽ മുണ്ടിട്ട് ചർച്ച നടത്തി ചെയ്യാൻ തീരുമാനിച്ചതാണ്. ഞങ്ങൾ അങ്ങനെയല്ല. കേരളീയ പൊതുസമൂഹത്തിൽ അവര് പ്രത്യക്ഷമായി സർക്കാരിനെതിരെ വിധി എഴുതാൻ കേരളീയ ജനങ്ങൾ തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഈ ജനാധിപത്യ സംവിധാനത്തിൽ ആര് വോട്ട് ചെയ്താലും ആ വോട്ട് സ്വീകരിക്കും. ശരിയാണ്, അത് ഏത് വർഗീയവാദികളുടെ വോട്ടാണെങ്കിലും നിങ്ങൾ സ്വീകരിക്കും, അത് തന്നെയാണ്. ശ്രീ പണിക്കർ, ഇരട്ടത്താപ്പുണ്ടോ UDFന്റെ നയത്തിൽ? ഇതിൽ UDFും LDFും ഒന്ന് തന്നെയാണ്. മഞ്ജുഷേ, നിങ്ങൾ അങ്ങനെ പോയല്ലേ? നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമി CPMന് അനുകൂലമായാൽ അല്ലെങ്കിൽ മറ്റു പാർട്ടി CPMന് അനുകൂലമായാൽ അവർ നല്ല ആളുകൾ. ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇവരൊക്കെ ആരെങ്കിലും വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ, അല്ലാതെ ഇവരുടെ നയം ഐക്യജനാധിപത്യം നടപ്പിലാക്കുകയോ ഏതെങ്കിലും തരത്തിൽ സഖ്യമുണ്ടാക്കുകയല്ല. ഞാൻ പറഞ്ഞ അതാണ്, അവരുടെ ആശയങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പില്ല, പക്ഷെ വോട്ട് ആര് ചെയ്താലും സ്വീകരിക്കും. അതാണ്. അല്ല ഷാക്കിറെ, അത് തന്നെയാണ് പറഞ്ഞത്. ഈ മതനിരപേക്ഷത എന്നതിന്റെ നിർവചനം കൂടിയാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ പറയട്ടെ, മതനിരപേക്ഷ സംഘടനയാണോ ജമാഅത്തെ ഇസ്ലാമി? അതുകൂടി പറയുക. മതനിരപേക്ഷ സംഘടനയാണോ ജമാഅത്തെ ഇസ്ലാമി? മതനിരപേക്ഷ പാർട്ടിയാണോ വെൽഫെയർ പാർട്ടി? ഈ ചോദ്യത്തിന് കൂടി ഉത്തരം നൽകൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് സഖ്യകക്ഷിയായി എടുക്കുമെന്നോ അല്ലെങ്കിൽ അവരുമായി മുന്നണിയാകുമെന്നോ അല്ല പറഞ്ഞിട്ടുള്ളത്. അല്ല, കേൾക്ക്. അതായത് ഒരു വിഭാഗം ആളുകൾ മതേതര വിശ്വാസികൾക്ക് കേരളീയ സമൂഹത്തിന് അനുകൂലമായി ചേർന്ന് നിൽക്കുമ്പോ ആ ആളുകൾ പിന്നെന്താ നമ്മൾ സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൽ ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുക, അത് പറയാം. മതനിരപേക്ഷം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു. അല്ല, ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും നിങ്ങൾ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് അവർ മതനിരപേക്ഷ സംഘടനയും മതനിരപേക്ഷ പാർട്ടിയും എന്ന നിലയ്ക്കാണോ, അതോ പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കുവാൻ ആരുമായിട്ടും കൂട്ടുകൂടുന്നതിൽ കുഴപ്പമില്ല എന്നതിലാണോ? ഏതിലാണ് ഈ ഗുഡ് സർട്ടിഫിക്കറ്റ്? ആരുമായിട്ടും കൂട്ടുകൂടും എന്ന് കുഴപ്പമില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യല്ലേ. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയുടെ നയങ്ങളുമായി യോജിച്ചുകൊണ്ട് ആ പാർട്ടിക്കും മുന്നണിക്കും വോട്ട് ചെയ്യാൻ തയ്യാറായാൽ അത് സ്വീകരിക്കുമെന്നാണ്. കോൺഗ്രസിന്റെ മതനിരപേക്ഷ നിലപാടുമായിട്ട് യോജിക്കുമോ എന്ന് അറിയില്ല കേട്ടോ. മതരാഷ്ട്രവാദം എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒപ്പമുള്ളത് തന്നെയാണ്. ശ്രീ പണിക്കർ, പൊരുത്തക്കേടുണ്ടോ? LDFും UDFും ഇതിൽ ഒരേ നിലപാട് തന്നെയാണ് കേട്ടോ. പക്ഷേ LDFിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഇത്തവണ LDFിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല, അതുകൊണ്ട് അവർ വർഗീയവാദികളായി എന്നതേ ഉള്ളൂ. ശ്രീത്ത്, VD സതീശന്റെ പ്രസ്താവന എങ്ങനെയാണ് കാണുന്നത്? ശ്രീ മഞ്ജുഷ്, താങ്കൾ പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിയാണ്. കാരണം LDF ദീർഘകാലം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നത് രാജസ്ഥാനിലോ മറ്റോ ഒരു സീറ്റിലും തമിഴ്നാട്ടിലെ മധുര ഉൾപ്പെടെയുള്ള ഡിണ്ടുഗൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അവർ സ്വീകരിച്ചിരുന്നു. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആൾക്കാർ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. അവർ CPMനാണ് അവർ വോട്ട് ചെയ്യുന്നത് എന്ന രീതിയിലത്തേക്കൊക്കെ അവർ പറഞ്ഞിരുന്നതുമാണ്. അപ്പോൾ ഇത്തവണ കാറ്റ് മാറി വീശുന്നു. ആ കാറ്റ് UDFന് അനുകൂലമാണ് എന്നതുകൊണ്ടാണ് CPM ഈ കാര്യത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. ഇവിടെ ശ്രീ VD സതീശന്റെ പ്രസ്താവനയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്നത്, കേരളത്തിലെ അമീർ പറഞ്ഞു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയുടെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം മാറും എന്ന നിലയ്ക്കാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമി എന്നത് മുൻ വർഷങ്ങളിലെല്ലാം തന്നെ ഒരു മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി വാദിക്കുന്ന സംഘടനയാണ് എന്ന കാര്യത്തിൽ ശ്രീ VD സതീശന് എതിരഭിപ്രായമില്ല.
അങ്ങനെ അവർ വാദിച്ചിരുന്ന സമയത്ത് അവർ ഇടതുപക്ഷത്തിനെയാണ് പിന്തുണച്ചത് എന്ന് പറയുന്നു. എന്നിട്ട് കേരളത്തിലെ അമീർ അദ്ദേഹം ഈ സംഘടനയുടെ സ്വഭാവം മാറിയിട്ടുണ്ട് എന്ന നിലയ്ക്ക് സംസാരിച്ചിരിക്കുന്നു. അതായത് അവർ മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല എന്നൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ആ സംഘടനയുടെ സ്വഭാവം മാറി എന്ന നിലയ്ക്കാണ് ശ്രീ വി ഡി സതീശൻ അവരെ ന്യായീകരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഒരു പാരലൽ നമ്മളിവിടെ കൊണ്ടുവരാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ RSSന്റെ തലപ്പത്ത് ഇരിക്കുന്നയാളാണ് സർസംഘചാലക്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകത്തിന്റെ അമീർ എന്നതിനേക്കാൾ കൂടുതൽ ചുമതല ദേശീയ സംഘടനയായിട്ടുള്ള രാജ്യത്ത് മൊത്തമുള്ള RSSന്റെ സർസംഘചാലകമായിട്ടിരിക്കുന്ന ആളിന് ഉണ്ട് എന്നതിനെ കുറിച്ച് അറിയാം. അങ്ങനെയാണെങ്കിൽ RSSുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള കാഴ്ചപ്പാടുകൾ അതിലെന്തെങ്കിലും തിരുത്തലുകൾ സർസംഘചാലക് വരുത്തിയാൽ അതും വി ഡി സതീശൻ അംഗീകരിക്കേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഗോൾവൾക്കറുമായി ബന്ധപ്പെട്ട് വളരെ വിഖ്യാതമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന പുസ്തകം, വിചാരധാര. അതിൽ ആഭ്യന്തര ശത്രുക്കളായിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉൾപ്പെടെയുള്ള ആൾക്കാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എല്ലാ കാലവും കോൺഗ്രസ് ഉൾപ്പെടെ RSSനെതിരെ ഉന്നയിക്കുന്ന വിമർശനമാണ്. പക്ഷേ ഏതാണ്ട് 7-8 വർഷം മുമ്പ് RSSന്റെ സർസംഘചാലക് തന്നെ പറഞ്ഞിരുന്നത് ഗോൾവൾക്കറിന്റെ പുസ്തകം എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കുമുള്ളതല്ല എന്നാണ്. അദ്ദേഹത്തിന്റെ ആ വാർത്ത, അദ്ദേഹം പറഞ്ഞ പ്രസ്താവന എന്ന വാർത്തയായിട്ട് വന്നപ്പോൾ പറഞ്ഞിരിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: തിങ്സ് ആർ സെഡ് ഡ്യൂ ടു സർക്കംസ്റ്റാൻസസ് ആൻഡ് ഇൻ എ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് വോ ശാശ്വത് നഹി ഹേ, ദാറ്റ് ഈസ് നോട്ട് എറ്റേണൽ എന്ന രീതിയിലത്തേക്കാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ഡി സതീശൻ അതിനെ പരമമായിട്ട് ഉൾക്കൊണ്ട് ശരിയാണ്, അവരുടെ തീരുമാനത്തിലെല്ലാം തന്നെ മാറ്റമുണ്ടായിട്ടുണ്ട് എന്ന് അംഗീകരിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യം. രണ്ട്, ഇതേപോലെ തന്നെ ഇവർ എതിർക്കുന്നതാണ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണമാണെങ്കിലും ഇപ്പോൾ ഗ്യാൻവാബിയിലൊക്കെ നടക്കുന്ന കേസുകളാണെങ്കിലും കോൺഗ്രസിന് ഒരു നിലപാടാണ്. സർസംഘചാലക്, ഇപ്പോഴത്തെ സർസംഘചാലക് പറഞ്ഞ ഒരു പ്രസ്താവന മഞ്ജുഷ് ഓർക്കുന്നുണ്ടാകും. അത് പറഞ്ഞിരിക്കുന്നത് എല്ലാ പള്ളിയുടെയും അടിയിൽ ഒരു ശിവലിംഗം ഉണ്ടോ എന്ന് തപ്പേണ്ടതില്ല എന്നാണ്. അപ്പോൾ അത് വെൽക്കമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് RSS മതേതര സംഘടനയാണ്, നല്ല ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് അവർ വിഭാവനം ചെയ്യുന്നത് എന്ന് കണ്ടുകൊണ്ട് ശ്രീ വി ഡി സതീശൻ അടക്കം ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് തീരുമാനം മാറ്റിയതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ അറിയേണ്ടത്, ശ്രീ സതീശൻ സത്യത്തിൽ വിശദീകരിക്കേണ്ടത്, മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടത്, മതരാഷ്ട്ര സ്ഥാപനത്തിന്റെ ലക്ഷ്യമുള്ള ജമാഅത്തെ ഇസ്ലാമി ഈ അമീർ, കേരളത്തിലെ അമീർ പറഞ്ഞതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ അവരുടെ സംഘടനയുടെ അടിസ്ഥാനമായിട്ടുള്ള ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഭരണഘടന ഒരു സംഘടനയ്ക്കുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാണ്, അതിൽ പറയുന്ന ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ സംഘടന പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതാണ് മതരാഷ്ട്ര സ്ഥാപനം എന്ന രീതിയിലേക്ക് പരക്കെ വിവക്ഷിക്കുന്നത്. അപ്പോൾ അതിൽ മാറ്റം എന്തെങ്കിലും അമീർ പറഞ്ഞതനുസരിച്ച് വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഒരു മാറ്റവും അതിലുണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ നമ്മുടെ സർക്കാരുകൾ, നമ്മുടെ ഭരണഘടന അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയും അവരുടെ കാഴ്ചപ്പാടുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നതല്ല എന്നുള്ളത് അവരുടെ ഭരണഘടന തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഭരണഘടനയുടെ തന്നെ മലയാളം വേർഷൻ കിട്ടും, ഇംഗ്ലീഷ് വേർഷൻ കിട്ടും. അതിലെല്ലാം വ്യാഖ്യാനത്തോടു കൂടി ഉൾപ്പെട്ടതാണ് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള ഭരണഘടനാ വേർഷൻസ്. അതിൽ ആർട്ടിക്കിൾ 9 ഉണ്ട്. ആർട്ടിക്കിൾ 9 പറയുന്നത് ഇങ്ങനെയാണ്: ഇൻ കേസ് ഓഫ് ബീങ് പാർട്ട് ഓഫ് എനി അൺഗോഡ്ലി ഗവൺമെന്റൽ സിസ്റ്റം, അതായത് ദൈവികമായിട്ടുള്ള, ദൈവദത്തമായിട്ടുള്ള ഒരു സർക്കാരിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഓർ ബീങ് ഇൻസ്ട്രുമെന്റൽ ഇൻ ഗിവിംഗ് ഇഫക്ട് ടു ഇറ്റ്സ് ലോസ്, അങ്ങനെയുള്ള ദൈവദത്തമായിട്ടുള്ള ഒരു സർക്കാരിന് വേണ്ടി അല്ലാതെ, അതായത് ദൈവദത്തമല്ലാത്ത ഒരു സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുകയോ അതിനുവേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഷുഡ് റെഡിലി പാർട്ട് വിത്ത് ദാറ്റ് മീൻസ് ഓഫ് സസ്റ്റനൻസ്, അത് നിങ്ങൾ അപ്പം തന്നെ ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണക്രമവും ഭരണകൂടം അത് ദൈവദത്തമല്ല. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇതിൽ പറയുന്നതനുസരിച്ച് ജമാഅത്തെ ഇസ്ലാമിയിൽ വിശ്വസിക്കുന്ന ഒരാളിന് ഇന്ത്യയുടെ ഭരണഘടനാദത്തമായിട്ടുള്ള ഒരു സർക്കാരിൻ്റെ ഭാഗമാകാനോ അതിൻ്റെ നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കാനോ കഴിയില്ല. അത് എങ്ങനെ നമുക്ക് ശ്രീ സതീശനോ കോൺഗ്രസ്സുകാർക്കോ വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന രീതിയിലത്തേക്കും, ഒരു മതേതരമായിട്ടുള്ള സമൂഹത്തിന് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന രീതിയിലത്തേക്കും വ്യാഖ്യാനിക്കാൻ കഴിയും എന്നുള്ളതാണ്. ശ്രീകുമാറിലേക്ക് കൂടെ പോയിട്ട് വരാം, ബാക്കിയിലേക്ക് വരാം. ശ്രീ പണിക്കർ, ശ്രീകുമാർ, മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു ജമാഅത്തെ ഇസ്ലാമി, അതുകൊണ്ട് അവരുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇതാണ് കോൺഗ്രസിന്റെ നിലപാട്. അതുകൊണ്ടാണല്ലോ UDF ആ പിന്തുണ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നത്. ഇതെങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക് ഈ മതരാഷ്ട്രവാദം എന്ന കാര്യം ഉപേക്ഷിച്ചുവെന്ന്? അതുപോലെ തന്നെ ഇപ്പോൾ പറയുന്നു, മുൻപ് LDFന്റെ കൂടെ ആയിരുന്ന സമയത്ത് മതരാഷ്ട്രവാദം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലായത്. അതായത് ഞങ്ങളുടെ കൂടെ വരുമ്പോൾ വർഗീയതയില്ല. ഇതിപ്പോൾ LDF പറയുന്നത് പോലെ തന്നെയാണ് UDFും പറയുന്നത്. എന്ത് വ്യത്യാസമാണുള്ളത്? നോക്കൂ ശ്രീ മഞ്ജുഷേ, ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള മുന്നണിയുടെ ബന്ധങ്ങൾ, അതായത് ഇരു മുന്നണികളും നടത്തിയ ബന്ധങ്ങൾ കാലാകാലങ്ങൾ ചർച്ചയായിട്ടുണ്ട്. അപ്പൊ LDF ഒരു കാലത്ത്, LDF മാത്രമല്ല, LDFനെയും UDFനെയും ഒരുമിച്ച് സഹായിച്ചിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. അവരുടെ ഭരണഘടനാപരമായ കാര്യങ്ങൾ ഒരുപാട്, ഈ മൗദൂദിയുടെ ഒരുപാട് കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ അമീർ പറഞ്ഞിട്ടുണ്ട്, മതരാഷ്ട്രവാദം ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല
എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അമീർ മുജിബുർ റഹ്മാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ ഒരു മതരാഷ്ട്രവാദം ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഒരു മാസം മുമ്പ് കണ്ട ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അതോടെ നിൽക്കട്ടെ, ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ കൂട്ടത്തില്. അപ്പൊ മുൻകാലങ്ങളിലെ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് അവര് ഈ LDFനും അതുപോലെ UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് തരാതരം പോലെ പിന്തുണ നൽകിയിരുന്നു. പിന്നീട് ഒരു ഘട്ടം വന്നപ്പോൾ ഏതാണ്ട് 90കളിലാന്ന് തോന്നുന്നു, അവര് LDFന് മാത്രം പിന്തുണ നൽകി. ഉപതെരഞ്ഞെടുപ്പുകളിലെ ഗുരുവായൂര്, തിരുവമ്പാടി, അതുപോലെ തിരുവനന്തപുരത്തൊരു അരുവിക്കരയാന്ന് തോന്നുന്നു, അവിടെയൊക്കെ അവര് ജമാഅത്തെ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലുമായിരുന്നു. അതെ, അതിനു മുമ്പാണല്ലോ വിവാദമായ കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി അവകാശപ്പെടുന്നത് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ്. പക്ഷേ അദ്ദേഹം പറയുന്നു അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല, അത് AKG സെന്ററിലായിരുന്നു, അവിടെ വെച്ച് നിങ്ങൾ സാമൂഹ്യ വിരുദ്ധരാണ് എന്ന് ഞാൻ പറയുകയായിരുന്നു ചെയ്തത്. അതായത് വർഗീയവാദികളാണ് ഇവർ എന്നാണ്. പക്ഷേ അന്നൊക്കെ പരസ്യമായിട്ടുള്ള പിന്തുണ LDFനായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ എന്ന കാര്യത്തിലും സംശയമില്ല. ശരി ശ്രീനിവാസൻ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. അതായത് CPMന്റെ പരിപൂർണ പിന്തുണ CPM ജമാഅത്തിന് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടില്ല, പറഞ്ഞ് പഴകിയതാണെങ്കിൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം എന്നും ചർച്ച കാണുന്നവരാണെങ്കിൽ അല്ലല്ലോ ഇന്നും കാണുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി പറയുകയാണ്. ഇപ്പൊ CPMന്റെ മുഖപത്രം 2 പുതിയ കാര്യങ്ങൾ എന്തോ പറഞ്ഞിട്ടുണ്ട്, എഡിറ്റോറിയൽ എഴുതി. ആ എഡിറ്റോറിയലേക്ക് ഇപ്പോഴും കിടക്കുകയാണല്ലോ CPMന്റെ മുഖപത്രത്തില്. അതൊന്ന് ഇങ്ങനെ ക്രൈസ്തവ സഭയുടെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിന്റെ തീരുമാനവും ഒന്ന് ജമാഅത്തിന്റെ തീരുമാനമാണ്, അതായത് LDFനെ പിന്തുണയ്ക്കാൻ. ഈ 2 തീരുമാനങ്ങളും വളരെ വിലപ്പെട്ടതാണ് എന്ന രീതിയിൽ CPMന്റെ മുഖപ്രസംഗം എഡിറ്റോറിയൽ എഴുതി. അന്ന് മാത്രമല്ല, പിണറായി വിജയൻ പരസ്യമായിട്ട് ആ പിന്തുണയെ അംഗീകരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്തു. അതൊക്കെ വേറെ വിഷയം. PDPയുമായിട്ട് LDF കൂട്ടുകൂടിയ കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷെ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാല് CPMന്റെ നയങ്ങളിൽ വ്യത്യാസം വന്നു. CPMന്റെ നയങ്ങളിൽ വ്യത്യാസം വന്നപ്പോൾ ഇപ്പൊ 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം CPMന് അവിടെ കമ്മ്യൂണിസ്റ്റ് സ്വഭാവം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറി. ഇവിടെ CPMന്റെ പ്രതിനിധികൾ ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. 2016 കേരള ഭരണം കിട്ടിയപ്പോൾ CPMന്റെ നിലപാടുകളിൽ വലിയ മാറ്റം വന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ നിന്ന് മാറി സാധാരണഗതിയിലുള്ള ജനാധിപത്യ പ്രാദേശിക കക്ഷികൾ. 2019 മുതൽ UDFന് പിന്തുണ നൽകാൻ തുടങ്ങി ജമാഅത്തെ ഇസ്ലാമി. വെൽഫെയർ പാർട്ടി UDFനൊപ്പമായിരുന്നു, UDFനായിരുന്നു ആ പിന്തുണ. അത് കേന്ദ്രത്തിൽ മോദി സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളതായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ കൂടി ഭാഗമായതിനാൽ UDFിലേക്ക് പിന്തുണ വന്നു എന്നുള്ളതാണല്ലോ. പക്ഷേ നിങ്ങൾ പറയുന്നു LDF വോട്ട് വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വാങ്ങുന്നതിൽ കുഴപ്പമില്ല എന്ന്. അതെങ്ങനെ സിങ്കായി പോകും എന്നുള്ളതാണ്. അന്ന് എന്തായിരുന്നോ ജമാഅത്തെ ഇസ്ലാമി അത് തന്നെയാണ് ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമി, അതിലൊരു വ്യത്യാസവും വന്നിട്ടില്ല. അല്ലല്ല, അത് നമ്മൾ മാധ്യമങ്ങളിൽ ചർച്ചയല്ലേ. അതായത് ഞാൻ കൃത്യമായിട്ട് പറയാം. ഇപ്പൊ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം, അതുപോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, ഈ 2 ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് നോക്കുക. ഈ 2 ഉപതെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് UDFന് അനുകൂലമായിരുന്നു. അന്ന് ശ്രീ MV ഗോവിന്ദ മാഷ് ഇക്കാര്യം അതുപോലെ പാർട്ടി നേതാക്കളും ഇത് വലിയ ചർച്ചയാക്കാൻ ശ്രമിച്ചു. അപ്പൊ അന്ന് ചർച്ചയായി. പക്ഷെ ജനങ്ങൾ അത് നിരാകരിച്ചു എന്ന് മാത്രമല്ല, നിലമ്പൂര് LDFന് നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ ജനങ്ങൾ തിരസ്കരിച്ച ഒരു ചർച്ചാ വിഷയമാണ് ജമാഅത്തെ ഇസ്ലാമി ബന്ധം എന്ന് വരുന്നു. അന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി നിലമ്പൂരിൽ ഒരു വാർത്താ സമ്മേളനമല്ല, ഒരു അഭിമുഖത്തിൽ, ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് RSSന്റെ നിലപാടുകളോടെ ഞങ്ങൾ RSSുമായിട്ട് യോജിച്ചിട്ടുണ്ട്, അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അന്ന് നിലമ്പൂരിലെ ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ. അതിന്റെ പ്രത്യേക കാരണം എന്താ വെച്ചാൽ നിലമ്പൂരിൽ അന്ന് BJP സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടോ എന്നെ സംബന്ധിച്ച് ഒരു തർക്കം വന്നു, ഒരു സംശയം വന്നു. എന്നിട്ട് അവസാനം അവര് വേറൊരു പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാളെ BJP സ്ഥാനാർത്ഥിയാക്കിയിട്ട് അവതരിപ്പിച്ചു, ഒരു ന്യൂനപക്ഷ സമുദായക്കാരനെ. അപ്പൊ അന്ന് ഗോവിന്ദ മാഷ് ഒരു ട്രിക്ക് പ്രയോഗിച്ചു, ഞങ്ങൾ RSSുമായിട്ട് മുമ്പ് കൂട്ടുകൂടിയിരുന്നു എന്ന് പറഞ്ഞു. അത് തെറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ, ഈ വോട്ട് കിട്ടാനാ? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, LDF ആണെങ്കിലും UDF ആണെങ്കിലും തരാതരം പോലെ, അത് ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ഒക്കെ ഞങ്ങൾ എതിർക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വോട്ടുകൾ ഇങ്ങോട്ട് പോരട്ടെ എന്ന നിലപാട് സ്വീകരിക്കും. ഞാൻ ഇപ്പോൾ VD സതീശൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ് K മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. K മുരളീധരൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളുമായി ഞങ്ങൾക്ക് ഒരു യോജിപ്പുമില്ല, പക്ഷേ അവർ വോട്ട് തരുന്നു, ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ്. പക്ഷേ VD സതീശൻ പറഞ്ഞത് അവരുടെ ആശയങ്ങൾക്കും കുഴപ്പമില്ല എന്നാണ്. അതായത് മതരാഷ്ട്രവാദം അവർക്കിപ്പോഴില്ല എന്നാണ്. അതായത് ആശയത്തോട് യോജിപ്പുണ്ട് എന്നാണ്, വിയോജിപ്പില്ല എന്നാണ്. അല്ലാതെ അവർ ഇങ്ങോട്ട് തരുന്നത് ഞങ്ങൾ മേടിക്കുന്നു എന്നുള്ളതല്ല, ആ പിന്തുണ ഞങ്ങൾ പരസ്യമായി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ശ്രീ ആരിഫ് ഹുസൈൻ, എന്തെങ്കിലും നിലപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് എന്ന് പറയാനാവുമോ? ഇപ്പോൾ സതീശൻ പറയുന്ന മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. നമസ്കാരം. ഇതിൽ 2 കാര്യമാണ് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതായത് മതരാഷ്ട്രവാദം ഇല്ല, ഇതിപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ
ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമാണ്. അപ്പോൾ ഇല്ല എന്ന് പറയുന്നത് നുണയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇല്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംഗതി RSSന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അവരെയും കൂട്ടുപിടിക്കുമോ? ഇതാണ് നമുക്ക് അറിയേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ സംസാരിച്ച മുസ്ലിം ലീഗിൻ്റെ വക്താവാണെങ്കിൽ പോലും പറഞ്ഞ കാര്യം എന്താണ്? അതായത് ഞങ്ങൾ മാത്രമല്ല അവരും പണ്ടെടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും അവകാശപ്പെടുന്നത് വർഗീയതയ്ക്കെതിരെ നിൽക്കുന്ന ആളുകൾ എന്നാണ്. അപ്പോൾ വർഗീയത ഇവിടെ നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇവരിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്താ? ഞങ്ങൾ മാത്രമല്ലല്ലോ, പണ്ട് LDFും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ വർഗീയതയ്ക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ പൊറാട്ട് നാടകം, ഈ മാറി മാറി ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണ് എന്നിപ്പോൾ ഇവിടുത്തെ മൂന്നാം കക്ഷികളായിട്ട് വരുന്ന ആളുകൾ പറയുന്നത്. ഇപ്പോൾ 2020 ആയാലും BJP ആയാലും മറ്റാരായാലും പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലും ഒരു വസ്തുതയില്ല, നിങ്ങൾ സ്വയം പരിശോധിക്കേണ്ട കാര്യമാണ്. ഇനി അവസാനമായിട്ട് ഇതിൽ പറയാനുള്ളത്, ഇവിടെ പറയുന്നത് LDFുമായിട്ട് പണ്ട് ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് ഇവിടെ പറയാതെ പോകുന്നൊരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതൊന്ന് ചുരുക്കി പറയാമെന്ന് വിചാരിക്കും. പ്രധാനമായിട്ട് എന്തായിരുന്നു LDFുമായിട്ടുള്ള ബന്ധം എന്ന് നമ്മളിവിടെ പറയണം. അവിടെ ചിലപ്പോൾ നമുക്ക് കയ്യടി LDFിന് കൊടുക്കേണ്ടതായിട്ട് വരും തന്നെയാണ് ഞാൻ പറയുക. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ തുടക്കം മുതലുള്ള നിലപാടെന്ന് പറയുന്നത് ജനാധിപത്യവുമായി ചേരാതെ നിൽക്കുക, അത് ഹറാമാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നതായിരുന്നു. അത് മതരാഷ്ട്രവാദം തന്നെയാണ്. അവരുടെ വെബ്സൈറ്റിൽ അവരുടെ മറ്റേ കോൺസ്റ്റിറ്റ്യൂഷൻ പോയി വായിച്ചാലും ഇക്കാമത്തുദ്ദീൻ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആളുകളോട്, കോൺഗ്രസിൻ്റെ വക്താക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളൊന്ന് പ്ലീസ് ഡിഫൈൻ മീ, അല്ലെങ്കിൽ പ്ലീസ് ഡിഫൈൻ ഫോർ അസ് വാട്ട് ഈസ് ഇക്കാമത്തുദ്ദീൻ ഒന്ന് പറഞ്ഞു തന്നാൽ മതി. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ പോയി വായിക്കാം. അതിൽ തന്നെ ഉണ്ട് മതരാഷ്ട്രവാദം എന്നുള്ളതിൻ്റെ അറബി വാക്കാണ് ഇക്കാമത്തുദ്ദീൻ. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്? അങ്ങനെ ജനാധിപത്യം ഹറാമാണെന്ന് പറഞ്ഞ് നിൽക്കുകയും ആ നിന്നോടത്ത് നിന്നും ഇവിടെ ഇനി ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തെ ഏതെങ്കിലും രൂപേണ സപ്പോർട്ട് ചെയ്യാതെ നിവൃത്തിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനു വേണ്ടിയിട്ട് ചില നീക്കുപോക്കുകൾ, ചില തക്കിയകൾ അവരിറക്കി. അതിൻ്റെ ഭാഗമായിട്ട് അവർ ആദ്യം പ്രഖ്യാപിച്ചത് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതിനവർ കൂട്ടുപിടിച്ച എന്താണ്? സാമ്രാജ്യത്വ വിരുദ്ധത, അതല്ലെങ്കിൽ ദളിത് ആക്ടിവിസം, പ്ലാച്ചിമട, ഗെയിൽ പൈപ്പ് ലൈൻ, ഇഞ്ചാതി സാധനങ്ങളൊക്കെ കൂട്ടുപിടിച്ചിട്ട് കുറേ പൊറാട്ട് നാടകങ്ങൾ നടത്തി. അത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അവരോടൊപ്പം ചേരാനായിരുന്നു ഇവർക്ക് എളുപ്പം. അതാണ് അവർ നടത്തിയത്. പക്ഷേ അച്യുതാനന്ദൻ്റെ കാലഘട്ടത്തിലടക്കം ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയുടെ ഭാഗമായിക്കൊണ്ട് ആ പരിപ്പ് വെന്തില്ല. അതിന് ശേഷം ഇന്നിങ്ങോട്ട് പിണറായിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള ആ ടീമിനെ മൊത്തത്തോടെ ഇവിടുന്ന് പൊക്കിക്കൊണ്ടുപോകുന്ന അവസ്ഥയും കൂടി വന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ശിങ്കിടികളായിട്ടുള്ള ഒരു സംഘടനയ്ക്ക് ഇവിടെ നിലനിൽപ്പില്ല എന്ന് വരുന്നു. സിമി ആയാലും ശരി, പോപ്പുലർ ഫ്രണ്ട് ആയാലും ശരി, NDA ആയാലും ശരി, SDP ആയാലും ശരി, ഇപ്പോൾ വെൽഫെയർ പാർട്ടി ആയാലും ശരി, നിലം തൊടുന്നില്ല, ഇന്ത്യയിൽ വേര് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇനി അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. അതിലേക്കാണ് എത്തി നിൽക്കുന്നത്. അങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ, ഒരു പിടിവള്ളി ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ഈ പറയുന്ന ജിഹാദികൾ കൂട്ടിക്കൊടുക്കുന്ന പണിയാണ് സത്യത്തിൽ ഇവിടുത്തെ ഈ UDFന്റെ വക്താക്കൾ VD സതീശൻ ചെയ്തുകൊണ്ടിരിക്കും. ഇതിന് നമ്മൾ കൂട്ടു നിൽക്കാൻ പാടില്ല. ഇവിടെ ഇതിനെ ആദ്യം എതിർക്കാൻ സാധിക്കുക ഇവിടുത്തെ LDFന് തന്നെയാണ് നമ്മൾ പറയേണ്ടത് ആയിട്ട് വരും. അതാണ് ഇവിടം വരെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇവിടെ LDFനാണ് മുൻതൂക്കം എന്ന് നമ്മൾ പറയുന്നു. ഇവിടെ BJPക്ക് പോലും ഇതിനെ എതിർക്കാൻ കഴിയില്ല. BJP എതിർക്കുന്നതിനേക്കാൾ മികച്ച രീതിയിൽ എതിർക്കാൻ കഴിയുക LDFനാണെന്ന് ഞാൻ പറയും. കാരണം എന്താണ്? ഈ എതിർപ്പ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉയരുന്ന കാര്യമാണ് ഈ ഇരവാദം. ആ ഇരവാദം പോലും ഇറക്കാൻ ഒരു അവസരം ലഭിക്കാത്ത രീതിയിൽ തൊണ്ടയിൽ കുടുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് സത്യത്തിൽ ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് എന്നുള്ളത്. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ട് അവരും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മളും ചെയ്യും എന്ന് പറയുന്ന നിലപാട് എടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന ഈ വർഗീയതയ്ക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ രാഷ്ട്രീയം അത് വെറും ഒരു കൺകെട്ട് നാടകം മാത്രമാണ്. അതേസമയത്ത് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ പതിവായിട്ട് നേതാക്കൾ പറയുന്ന കാര്യം, ഞങ്ങൾ ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ല, വർഗീയവാദികൾ എന്ന് പറഞ്ഞ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ആരും ഉൾപ്പെട്ടിട്ടില്ല എന്നാണ്. ഇത് കണ്ണിൽ പൊടിയിടുവാനുള്ള ഒരു സൂത്രം മാത്രമല്ല, അത് LDFന്റെയും UDFന്റെയും നേതാക്കൾ അത് തന്നെ പറയുകയുള്ളൂ. ഇപ്പോൾ PDPയുടെ കാര്യം പറയുമ്പോൾ LDFനാണല്ലോ PDPയുടെ പിന്തുണ അടുത്ത കാലത്തായി വരാറുള്ളത്. അപ്പോഴും ഇത് തന്നെ പറയും PDPക്ക് വർഗീയത ഇല്ല എന്ന്. അങ്ങ് ആ ഒരു കോൺടെസ്റ്റും കൂടെ വരും അതിനകത്ത്. വോട്ട് ചെയ്യണ്ട, നിങ്ങളാരും വോട്ട് ചെയ്യരുത് എന്ന് പറയാൻ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കും സാധിക്കില്ല. ജമാഅത്ത് ഇസ്ലാമിക്കാരും വോട്ട് ചെയ്യരുത്, PDPക്കാരും വോട്ട് ചെയ്യരുത്, RSSകാരും വോട്ട് ചെയ്യരുത് എന്നൊരാൾക്കും പറയാൻ കഴിയില്ല. അവരാർക്ക് വേണേലും വോട്ട് ചെയ്യും. പക്ഷേ ഇവിടെ അതാണോ നടക്കുന്നത്? ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ നമ്മൾ സ്ഥാനാർത്ഥികൾ നിർത്തുന്നതടക്കം UDFന്റെ പ്രചരണമടക്കം അതിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നതടക്കം എല്ലാത്തിലും അവർ ഒരു പ്രധാന കക്ഷിയാക്കിയിട്ട് ഈ ജമാഅത്ത് ഇസ്ലാമി ഉയർത്തി കാണിക്കുന്നതും ആരെങ്കിലും ഏതെങ്കിലും ജമാഅത്ത് ഇസ്ലാമിക്കാരും വോട്ട് ചെയ്യുന്നത് തമ്മിൽ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? അത് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റുമോ? അതല്ലല്ലോ ഇവിടെ നടക്കുന്നത്. വോട്ട് ചെയ്യുന്നത് സംബന്ധിച്ചിട്ടല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്താണ്? ഇവിടുത്തെ വിഷയം ജമാഅത്ത് ഇസ്ലാമി അവർ കൊടുക്കുന്ന വെൽഫെയർ പാർട്ടി പോലെയുള്ള ആളുകൾ അവരുടെ സ്ഥാനാർത്ഥികളാവുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, അവരുടെ ആശയ പരിസരം കൂടുതൽ കൂടെ ചേർക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അതിനെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ വർഗീയവാദികളായിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്യുന്നത് ഇവിടെ കൂട്ടിക്കുഴക്കേണ്ട കാര്യം എന്താ ഉള്ളത്? വർഗീയവാദികൾ ഇവിടെ വോട്ട് ചെയ്യും. ശരി, ഞാൻ താങ്കളിലേക്ക് ഇപ്പോൾ UDF ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് LDF ഇപ്പോൾ പറയുന്നു അവർ വർഗീയവാദികളാണ്.
അതുകൊണ്ട് UDF ന്യൂനപക്ഷ വർഗീയതയെ പുണരുന്നുവെന്ന്. പക്ഷേ ഇത് കാലാകാലങ്ങളിൽ കണ്ടുവരുന്ന ഒന്ന് തന്നെയാണ്. LDFും ഇതേ കാര്യം തന്നെ ചെയ്തതാണ്. അവർക്കിപ്പോൾ പിന്തുണ കിട്ടുന്നില്ല. കോൺഗ്രസിനൊപ്പം ചേരുവാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചു. അപ്പോൾ വർഗീയത എന്നുള്ള കാർഡ് ഇറക്കി കളിക്കുന്നു. ഈ മതനിരപേക്ഷതയ്ക്ക് കൊടുക്കുന്ന നിർവചനം ഈ വർഗീയവാദികൾ പക്ഷം മാറുമ്പോൾ ഈ നിർവചനത്തിലും മാറ്റമുണ്ടാവുകയാണല്ലോ. എന്നോടാണോ? ബൽദേവ് ഹലോ, ഞാൻ എന്നോടാന്ന് വിചാരിച്ചു. ഇവിടെ VD സതീശൻ തിരുവനന്തപുരത്ത് നടത്തിയൊരു പ്രസംഗമുണ്ട്. പിണറായി വിജയൻ വേദിയിലിരുത്തിക്കൊണ്ടാണ് VD സതീശൻ പ്രസംഗിച്ചത്. ആ ശബ്ദത്തിന്റെ തരംഗങ്ങൾ ഇതുവരെ അന്തരീക്ഷത്തിൽ നിന്ന് പോയിട്ടില്ല. അദ്ദേഹം ഒന്ന് വളരെ ആവേശത്തോടാണ് പ്രസംഗിച്ചത്. എന്താ പറഞ്ഞത്? 4 വോട്ട് കിട്ടുന്നതിനോ അധികാരം കിട്ടുന്നതിനോ വേണ്ടി വർഗീയവാദികളെ കൂടെ നിർത്തരുത്. ഇലക്ഷൻ തോക്കുകയാണെങ്കിൽ തോക്കട്ടെ, അധികാരമില്ലെങ്കിൽ വേണ്ട എന്ന് പ്രസംഗിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നി നല്ലൊരു അഭിപ്രായമാണല്ലോ. വർഗീയവാദികളെ കാറിൽ പോലും കയറ്റരുത്. അത് വെള്ളാപ്പള്ളി ഗണേശൻ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് ആ ശബ്ദത്തിന്റെ മാറ്റിലെ അന്തരീക്ഷത്തിൽ മാറുമ്പോൾ തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വർഗീയ സംഘടന ഞങ്ങൾ വോട്ട് ചെയ്താലും തന്നാൽ ഞങ്ങൾ സ്വീകരിക്കും. വോട്ട് സ്വീകരിച്ചോട്ടെ, അതിനും നമ്മൾ വരുന്ന പല കാര്യം. വോട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാമല്ലോ. BJP ആണെങ്കിൽ UDFന് വോട്ട് ചെയ്യാം, CPMമാർക്ക് വോട്ട് ചെയ്യാം, അങ്ങനെ മാറി മാറി വോട്ട് ചെയ്യുന്നു. പക്ഷെ പരസ്യമായിട്ട് ഒരു പിന്തുണ വന്നാൽ അതും ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ മതേതര പ്രസ്ഥാനത്തിന് ഒരിക്കലും ഭൂഷണമായ ഒന്നല്ല. അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യേണ്ടത് അവരുടെ പാർട്ടിയുടെ ഭരണഘടനയിൽ പറയുന്ന ജനാധിപത്യ മതേതരത്തെ എടുത്ത് മാറ്റണം. വർഗീയ ശക്തികൾ ഇപ്പൊ തന്നെ 2 മുന്നണിയിൽ കൂടെ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇടതുപക്ഷത്തിലുമുണ്ട്. ചില സമുദായ സംഘടനകൾ ഇടതുപക്ഷത്തിൽ നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ UDFിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള തീവ്രവാദ സംഘടനകൾ, മത തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിക്കുന്നത്, അത് എന്തിന്റെ പേരിലായാലും ഇടതുപക്ഷം പിടിച്ചാലും ഐക്യജനാധിപത്യ മുന്നണി അവരുടെ പിന്തുണ സ്വീകരിച്ചാൽ തെറ്റാണെന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ. ഞങ്ങൾ ഒരിക്കലും അതിനൊന്നും കൂട്ടു നിൽക്കുന്നവരല്ല. ഇങ്ങനെയുള്ള വർഗീയ സംഘടനകളെ പരിപൂർണമായിട്ട് ഒഴിവാക്കി നിർത്തേണ്ടത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും കോൺഗ്രസിനെ പോലെയുള്ള ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങൾക്കും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടിയാണ്. പക്ഷെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്ന് നിൽക്കുമ്പോൾ ഇന്ന് അദ്ദേഹത്തിന്റെ ജാഥയുടെ കുറെ പ്രസംഗങ്ങൾ ഞാൻ കേട്ടു. വൈകിട്ട് 5 മണിക്ക് പല നേതാക്കന്മാർ പ്രസംഗിക്കുന്നു. എല്ലാവരും പറയുന്നത്, അവരുടെ കേന്ദ്ര വക്താവ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്, ഞങ്ങൾ അങ്ങേയറ്റമായിട്ട് മതേതരത്തെ കാത്തു സൂക്ഷിക്കുന്നു, ജനാധിപത്യത്തെ കാത്തു സൂക്ഷിക്കുന്നു, വർഗീയതയ്ക്ക് ഞങ്ങൾ എതിരാണ്. ഇടതുപക്ഷ മുന്നണിയും പിണറായി ഗവൺമെന്റും വർഗീയതയെ പരിപോഷിക്കുന്നു, PDPയെ സഹായിക്കുന്നു. ഈ കാര്യങ്ങൾ വരെ ഇവിടെ പറഞ്ഞു. PDPയുടെ സ്വത്ത് എല്ലാം സ്വത്ത് കെട്ടുകെട്ടുന്നതിനൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുറകോട്ട് പോയിരിക്കുന്നു. കേന്ദ്രം നിരോധിച്ച പ്രസ്ഥാനങ്ങൾ ഇവരെയൊക്കെ ഞങ്ങൾ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രസംഗിക്കുകയും അതേ സമയത്ത് തന്നെ മറുവശത്ത് നിന്നുകൊണ്ട് ഈ മതേതരത്വം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള വർഗീയ സംഘടനകളെ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഇപ്പോൾ അവർക്ക് മത തീവ്രവാദമില്ല. അത് ഒരു ദിവസം കൊണ്ട് മത തീവ്രവാദം ഇല്ലാതായി. ഒരു പ്രസ്ഥാനത്തിന്റെ മത തീവ്രവാദം ശരിയാണ്. അത് ചർച്ച ചെയ്തു വരികയായിരുന്നു. ശ്രീ CK ഷാക്കിർ, അങ്ങനെയാണെങ്കിൽ RSSന്റെ പിന്തുണ സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? RSSനോടും ജമാഅത്തെ ഇസ്ലാമിയോടുമുള്ള നിലപാടുകൾ എങ്ങനെയാണ് നിങ്ങൾ വേർതിരിച്ചു പറയുന്നത്? മഞ്ജുഷ, അതിനു മുമ്പ് എനിക്ക് 1 മിനിറ്റ് സമയം തരണം. നിങ്ങൾ ഇടപെടരുത് ദയവ് ചെയ്തിട്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞ് ഇപ്പൊ കാസർഗോഡ് നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ശ്രീ VD സതീശന്റെ ജാഥയുടെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് അതിനിടയ്ക്ക് ഇപ്പോ ചെറിയൊരു സൗകര്യം കിട്ടുമ്പോൾ ഇവിടെ ഇരുന്നതാണ്. ഇനി സമസ്തയുടെ സമ്മേളനത്തിൽ അതൊന്ന് സംബന്ധിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ കൂടുതൽ സമയമില്ല. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, അതിന് മുമ്പായിട്ട് നമ്മൾ ഈ രാഷ്ട്രീയ ചർച്ച, ഇത്തരം ചർച്ചകൾ എടുക്കുന്നതിന് മുമ്പ് ഈ സ്വന്തം അമ്മ മരിച്ചിട്ട് ആ അമ്മയുടെ എന്താ പറയാ ഒരു സ്നേഹവും മനുഷ്യത്വവും കാണിക്കാതെ അധിക്ഷേപിച്ച ഒരു വ്യക്തിയുമായി ഇത്തരം ചർച്ചകളിൽ ഇരിക്കുന്നതിന് വളരെ വലിയ പ്രയാസമുണ്ട്. വ്യക്തിപരമായി നമുക്ക് ആരോടും പ്രശ്നമില്ല. പക്ഷെ അത്തരം മനുഷ്യത്വം പോലും ഇല്ലാത്ത ആളുകളെ വിളിച്ചു വരുത്തി രാഷ്ട്രീയം സംസാരിക്കരുത് ദയവ് ചെയ്തിട്ട്. അത് സംസാരിക്കുന്നതിൽ ഉമ്മാന്റെ കാര്യം നമുക്ക് വേണമെങ്കിൽ വേറെ പറയാം. സ്വർഗത്തിൽ ഹൂറന്മാരില്ല. ആരിഫ് ഹുസൈനെ, ഞാൻ ഇവിടെ മനുഷ്യന്മാരുടെ സംസാരമുള്ളൂ, പോലെ മനുഷ്യത്വമില്ലാത്ത ആളോട് സംസാരില്ല. ഞാൻ ആദ്യം പറഞ്ഞു സംസാരില്ല. ഉത്തരം പറയേ. എന്റെ കാര്യം ഇവിടെ ചോദിച്ചതിന് ഉത്തരം പറയേ ഷാക്കിർ. ചോദിച്ചതിന് ഉത്തരം പറയേ. RSSന്റെ പിന്തുണ സ്വീകരിക്കൂ. RSSും ഈ ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നതും തമ്മിൽ നിങ്ങൾ എങ്ങനെ വേർതിരിച്ച് പറയും എന്നുള്ളതാണ്. മഞ്ജുഷ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ 1925 മുതൽ RSS ഹിന്ദു രാഷ്ട്രവാദവുമായി ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്നു. മാത്രവുമല്ല, എത്രയോ വർഗീയ കലാപങ്ങൾ, വർഗീയ ആഹ്വാനങ്ങള്, അധിക്ഷേപങ്ങള്, വംശീയ വംശഹത്യകള്,
ഇങ്ങനെ നിരന്തരമായി നടത്തിയിട്ടുള്ള ആളുകൾ RSS ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ ആസാം- തന്നെ ഉള്ളത് ഞാൻ പറയട്ടെ, മതരാഷ്ട്രവാദമാണ്. പറയട്ടെ അല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് വ്യത്യാസം എങ്ങനെ പറയുമെന്നാണ്. അവർക്ക് സമയം കൊടുക്കുന്നു. എന്നെ സംസാരിക്കുമ്പോൾ ഇടപെട്ട് തടസ്സപ്പെടുത്തല്ലേ? ഞാൻ പറയട്ടെ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. നിങ്ങൾ സമയം തന്നാൽ മതി. ഞാൻ പറയുന്നത് RSS എന്ന പിന്നെ വർഗീയ കക്ഷി ഈ രാജ്യത്തിന് ശത്രുവായി, മാനവ കുലത്തിന് ശത്രുവായി വർഗീയത കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ജമാഅത്ത് ഇസ്ലാമി, ഞാൻ ആദ്യം പറഞ്ഞു, ജമാഅത്ത് ഇസ്ലാമിയുടെ ഏതെങ്കിലും നയങ്ങളോട് അവർ നിലപാടുകളോട് യോജിപ്പുള്ള ആളുകളല്ല നമ്മൾ. മതപരമായി വ്യത്യസ്ത അഭിപ്രായമുണ്ട്, മതപരമായിട്ടുണ്ട്, രാഷ്ട്രീയപരമായിട്ടുണ്ട്. പക്ഷേ അവര് രാഷ്ട്രീയപരമായി ഒരു പാർട്ടി ഉണ്ടാക്കി കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ നേരത്തെ CPM-മായി അവർ സഖ്യമുണ്ടായപ്പോൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി വർഗീയമാണെന്നല്ല, അന്ന് അവർ എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാട് തെറ്റായിരുന്നു എന്നാണ്. CPM-നെ പോലെ വികസന വിരുദ്ധതയുള്ള തരാതരം പോലെ വർഗീയ കക്ഷികളെ കൂട്ടുപിടിക്കുന്ന ഒരു സംഘടനയ്ക്ക് പിന്തുണ കൊടുത്തത് രാഷ്ട്രീയമായും നമ്മുടെ കേരളീയ സമൂഹത്തിനും അപകടകരമാണ് എന്നാണ് അക്കാലത്ത് UDF പക്ഷെ പറഞ്ഞിട്ടുള്ളത്. അന്ന് മതരാഷ്ട്രവാദം ഉണ്ടെന്നാണ് കേട്ടോ, അന്ന് മതരാഷ്ട്രവാദം ഉണ്ടെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അന്ന് ഉണ്ടായിരുന്നു എന്നാണ് മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിരുന്നു, ഇന്നതില്ല എന്നാണ്. അതായത് അവരുടെ ഭരണഘടന മാറി എന്നാണ്. അപ്പോൾ നിങ്ങൾ ഓരോ നേതാക്കളും പറയുന്ന ഓരോ രീതിയിലാവുകയാണ്. മഞ്ജുഷ പ്ലീസ്, അതായത് നിങ്ങൾ ദേശാഭിമാനി എഡിറ്റോറിയൽ നേരത്തെ ശ്രീകുമാർ പറഞ്ഞില്ലേ, ദേശാഭിമാനി 2 തവണയാണ് ഇവരെ പ്രശംസിച്ചുകൊണ്ട് എഡിറ്റോറിയൽ എഴുതിയത്. അതൊന്നും സംശയമില്ല, LDF സ്വീകരിച്ചിട്ടുണ്ട്. ജമാഅത്ത് LDF സ്വീകരിച്ചിട്ടുണ്ടെന്നേ. ഒരു മിനിറ്റ്, അതേ CPM തന്നെയാണ് പിണറായി വിജയൻ. ഞങ്ങളൊരു കാലത്ത് RSSന് വോട്ട് വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ചില സമയത്ത് നിലപാടിൽ മാറ്റമുണ്ട്. അതുപോലെ MV ഗോവിന്ദൻ പറയുന്നു ഞങ്ങൾ RSSന് വോട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അഭിലാഷ് പറയാണ് വിവാദമായ എന്താ പ്രശ്നം ഉള്ളത് പറഞ്ഞൂടെ, സത്യം പറഞ്ഞൂടെ? അത് CPM നിലപാട് തരാതരം പോലെ വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടുന്നു. ഞങ്ങൾ അടിസ്ഥാനപരമായി പറയുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പ്രസ്ഥാനത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മതേതര നിലപാടിനോട് യോജിച്ചുകൊണ്ടോ ഈ ജമാഅത്ത് ഇസ്ലാമിയോ അതിന്റെ രാഷ്ട്രീയ സംഘടനകളോ അതിന്റെ പ്രവർത്തകന്മാരോട് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ അതിലെവിടെയാണ് വർഗീയത? അല്ല, ഞാൻ പറയും എന്തായാലും കോൺഗ്രസിന്റെ മതേതര നിലപാടിനോട് യോജിച്ചുകൊണ്ടായിരിക്കില്ല. കാരണം കോൺഗ്രസിന്റേത് മതേതര നിലപാടാണ്, പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടേത് അങ്ങനെയല്ല. അല്ലല്ലോ, ജമാഅത്തെ ഇസ്ലാമിയുടെ അങ്ങനെയല്ല. ഈ കാര്യത്തിൽ പറയാം, അല്ല, പിണറായി സർക്കാരിനെ താഴെ ഇറക്കുവാൻ യോജിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരി, അതൊക്കെയാണ്. പക്ഷെ അത് മാത്രമല്ല, അങ്ങനെ പറഞ്ഞാൽ പോരാ. അല്ല, മതനിരപേക്ഷതയിലേക്ക് പോകരുത്. അങ്ങനെ തരാതരം പോലെ മാറ്റാവുന്നതല്ല ഇത്. മതനിരപേക്ഷതയും വർഗീയതയും ഇത് തരാതരം പോലെ മാറ്റി കളിക്കുവാനുള്ളതല്ല കേട്ടോ. അല്ല മഞ്ജുഷേ, ഏതെങ്കിലും നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ്സുകാർ പോയി ജമാഅത്ത് ഇസ്ലാമിക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു ഇവിടെ RSSന് അനുകൂലമായി CPM വോട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ശരിയാണ്. അപ്പോൾ നിങ്ങൾ തരാതരം പോലെ വർഗീയതയെ പുൽകുന്നു എന്നേ പറഞ്ഞുള്ളൂ കേട്ടോ. ഞാനിവിടെ LDF-നെ വെള്ളപൂശാൻ വന്നതല്ല. LDF-ഉം ഇത് തന്നെയാണ് ചെയ്യുന്നത്. മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടിയാൽ അവർ സ്വീകരിക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ. നിങ്ങൾ രണ്ടും കൂടെ സമീകരിക്കല്ലേ? ഇവിടെ നേരത്തെ ശ്രീകുമാർ പറഞ്ഞു 92-ലെ ഗുരുവായൂർ തെരഞ്ഞെടുപ്പിൽ, ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പിൽ, തലശ്ശേരിയിലെ നായനാരുടെ തെരഞ്ഞെടുപ്പിൽ, തിരുവമ്പാടി തെരഞ്ഞെടുപ്പിൽ, ഇങ്ങനെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജമാഅത്ത് ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് CPM-നൊപ്പം കൂടി അവർക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇപ്പോഴല്ല, ഇതിനു മുമ്പ് നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുക്കം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിരവധി പഞ്ചായത്തുകളിൽ ഇവർ ബായി ആയിരുന്നു. അത് തന്നെയാണ് ഇവിടുത്തെ ചർച്ചാ വിഷയവും. അത് തന്നെയാണ് LDF-ഉം UDF-ഉം തരാതരം പോലെ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുന്നു എന്നുള്ളതാണ്. മനുഷ്യന് പരാതിയില്ല, ചർച്ചയില്ല. അല്ല, എനിക്കറിയാം, ഈ കാര്യം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ തുടക്കം തൊട്ടേ അത് പറയുന്നത്. LDF-ഉം UDF-ഉം തരാതരം പോലെ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുന്നു, എന്നിട്ട് കൂടെ ഇല്ലാത്ത സമയത്ത് പറയുന്നു ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരാണെന്ന്. അല്ല, നിങ്ങൾ അങ്ങനെ വർഗീയ ചാപ്പ കുത്താൻ നോക്കണ്ട. അവരേതെങ്കിലും രീതിയിൽ കേരളീയ സമൂഹത്തിൽ വർഗീയ കലാപത്തിനോ വർഗീയ പ്രചരണത്തിനോ കൂട്ടു നിന്നിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ആ ആശയത്തോട് യോജിപ്പാണെന്ന് പറയുക. ഇത് നിങ്ങൾ ഒരു കാര്യം പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ആശയത്തോട്, അവരുടെ മതനിരപേക്ഷ നിലപാടിനോട് നിങ്ങൾക്ക് യോജിപ്പാണ്, അത് തുറന്നു പറയുന്നുമില്ല. കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ വർഗീയ കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഇതര മതവിശ്വാസികളെ ആക്രമിച്ചിട്ടുണ്ടോ, ഉപദ്രവിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും മത ആരാധനാലയങ്ങൾ ആക്രമിച്ചിട്ടുണ്ടോ? ശരി. ശ്രീ പണിക്കർ, RSS-നെ പോലെ അല്ല ജമാഅത്തെ ഇസ്ലാമി, അതാണ് ഷാക്കിറിന്റെ നിലപാട്. അതുകൊണ്ട് അവരുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ RSS-ന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. RSS വോട്ട് ചെയ്യാം, കുഴപ്പമില്ല, പക്ഷെ പിന്തുണ സ്വീകരിക്കില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് ശ്രീ ഷാക്കറിനോടുള്ള ഒരു ചോദ്യം, 2014 എന്തിനാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അഫിഡവിറ്റ് കൊടുത്തതെന്നൊന്ന് പറയാമോ? അന്ന് ശ്രീ രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തരമന്ത്രി. ഒന്ന് പറയാമോ? അതിനെക്കുറിച്ച് അറിയാമോ? ഒരു വ്യക്തി ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപാടുകളെല്ലാം അന്വേഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് കോടതിയെ സമീപിച്ചപ്പോൾ കോടതി സംസ്ഥാന സർക്കാരിനോട് അഭിപ്രായം ചോദിച്ചു. അന്ന് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കപ്പെടണമെങ്കിൽ നിരോധിക്കപ്പെടേണ്ട സംഘടനയാണ് എന്നും
അവരെ വർഗീയ സംഘടനയാണ് എന്നും പറഞ്ഞുകൊണ്ട് അഫിഡവിറ്റ് കൊടുത്തിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. നിങ്ങളുടെ പിന്തുണ അന്നും ഉമ്മൻചാണ്ടി സർക്കാരിന് തന്നെയായിരുന്നു. ശ്രീ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയായിരുന്നു. ആ അഫിഡവിറ്റിനെ കുറിച്ച് വല്ലതും അറിയാവോ? ഏതൊക്കെ സമയത്ത് നിങ്ങൾ UDF ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ടോ ആ സമയത്തെല്ലാം LDF നിങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തുകൊണ്ടുവരുന്നത് ഇതേ അഫിഡവിറ്റാണ്. ആ അഫിഡവിറ്റ് മാറ്റി എന്ന് പറയാൻ പറ്റുമോ? ആ അഫിഡവിറ്റ് എതിർക്കുന്നു എന്ന് പറയാമോ? ഉമ്മൻചാണ്ടി ബോധമില്ലാതെയാണ് അഫിഡവിറ്റ് കൊടുത്തതെന്ന് പറയാമോ? അന്ന് രമേശ് ചെന്നിത്തല ഉറക്കമായിരുന്നു എന്ന് പറയാമോ? പറ്റുമോ? പറ്റത്തില്ല എങ്കിൽ ഇതൊന്നും നമ്മുടെ വാദമല്ല, ന്യൂസ് 18ന്റെ വാദമല്ല, ഞങ്ങൾ വ്യക്തികളുടെ വാദമല്ല, കോൺഗ്രസിന്റെ വാദമാണ്. പക്ഷേ ശ്രീജിത്ത് പണിക്കർ അതിനകത്ത് ഇപ്പോൾ അല്ല, സതീശൻ എന്ന് പറഞ്ഞതിൽ അത് ആ പാസ്റ്റ് അന്ന് അങ്ങനെയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി അന്ന് അങ്ങനെയായിരുന്നു, മതരാഷ്ട്രവാദം ഉന്നയിച്ചവരാണ്. ഇന്ന് അവരുടെ നിലപാട് അങ്ങനെയല്ല എന്നും കൂടി വരുന്നുണ്ട്. കാരണം മതരാഷ്ട്രവാദം ഉന്നയിച്ച സമയത്ത് LDFനെ പിന്തുണച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവരങ്ങനെ അല്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറഞ്ഞ വാക്കുകളാണ് കോട്ട് ചെയ്യുന്നത് സതീശൻ. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ RSSന്റെ സർസംഘചാലക് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായം മാറ്റുമോ എന്ന് ചോദിച്ചതിൻ്റെ കാരണം അതുകൊണ്ടാണ്. കാരണം അദ്ദേഹം ഗോൾവൽക്കറിൻ്റെ പുസ്തകത്തിനെ പറ്റി വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറയുന്നു. പള്ളികളിലുള്ള ഹിന്ദു ആരാധനാലയങ്ങളുടെ എന്തെങ്കിലും ശേഷിപ്പുകളുണ്ടോ എന്നുള്ളതിനെ പറ്റി അന്വേഷിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറയുന്നു. ഈ പരാതികളൊന്നും തന്നെ കൊടുത്തിരിക്കുന്നത് RSSുമല്ല. അങ്ങനെയാണെങ്കിൽ RSSുമായിട്ട് സൗഹൃദമാകാം എന്നാണോ പറയുന്നത്? അല്ലെങ്കിൽ RSSുമായിട്ട് ആരെങ്കിലും സൗഹൃദത്തിലായി കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ എന്നുള്ള കാര്യത്തിനും കൂടി ചുരുങ്ങിയത് മറുപടി പറയണം. അപ്പോൾ അത് പറയാനായിട്ട് കഴിയുന്നില്ല. ഞാൻ പറയുന്നത്, നേരത്തെ ഞാൻ ഇതിലൊരു കാര്യം പറഞ്ഞല്ലോ, അതായത് നിങ്ങൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ചില കീ പൊസിഷനുകളിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന രീതിയിലേക്ക് വിലക്ക് വരുത്തുന്ന ചില ക്ലോസുകളുണ്ട്. ആ ക്ലോസുകൾ തന്നെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അഫിഡവിറ്റിൽ പറഞ്ഞിരുന്നത്. ഇതേ കാര്യം തന്നെയാണ് അഫിഡവിറ്റിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ ജനാധിപത്യ ക്രമം അനുസരിച്ച് ജോലി ചെയ്യുന്നതിന് ആൾക്കാരെ വിലക്കുന്ന ഒരു സംഘടന ഇന്ത്യയുടെ ദേശീയ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്നേ. ഞാൻ ചോദിക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമിയുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കിടക്കുന്നതിൽ വളരെ കൃത്യമായിട്ട് കിടക്കുന്നുണ്ട്. എൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ അത് തുറന്നു വെച്ചിട്ടുണ്ട്. അതിൽ കിടക്കുന്നത് അത് തന്നെയാണ്. ഞാൻ നേരത്തെ വായിച്ചിരുന്ന അതേ പോയിന്റ് തന്നെയാണ്. വേറെ ഒരു പോയിന്റ് കൂടിയുണ്ട്, അതും ഒറ്റ സെൻറ്റൻസേ ഉള്ളൂ, അതൊന്ന് വായിച്ചു കൊടുക്കാം. അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അംഗമായിരിക്കുന്ന ആൾക്കാരെല്ലാം അറിയാമല്ലോ, അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കണം, ഏത് മതത്തിലുള്ള ആളായിരിക്കണം, പക്ഷേ അവർക്ക് ഒരൊറ്റ ആരാധ്യനായിട്ടുള്ള ഒരേ ഒരാൾ, ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമാണ് എന്നുള്ള സങ്കല്പമാണ്. ആ സങ്കല്പത്തിലുള്ള ഈ സംഘടന അതിൻ്റെ അംഗങ്ങളോട് പറയുകയാണ്, നോട്ട് ഗോ ടു അൺഇസ്ലാമിക് ലോ കോർട്സ് ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് മാറ്റേഴ്സ് എക്സെപ്റ്റ് അണ്ടർ കമ്പലിംഗ് നെസസിറ്റി. അതായത് നിങ്ങൾക്ക് അത്രത്തോളം അടിയന്തരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇസ്ലാമികമല്ലാത്ത കോടതിയിലേക്ക് പോകരുതെന്ന്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഭരണഘടന എന്താ പറയുന്നത്? ഇന്ത്യയുടെ ഭരണഘടന 80% വരുന്ന ഹിന്ദുക്കൾക്കും 1% വരുന്ന ജൈനന്മാർക്കും എല്ലാവർക്കും നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാമെന്നാണ് പറയുന്നത്. അതിനെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ വലിപ്പച്ചേർപ്പ് അനുസരിച്ചിട്ടല്ല നിങ്ങൾക്ക് അതിൽ നീതി കിട്ടുന്നത്. നിങ്ങളുടെ പ്രശ്നമുണ്ട് എന്നെങ്കിൽ അത് കമ്പലിംഗ് ആയിട്ടുള്ള ഒരു റീസണൊന്നും അല്ല, ഒരു എക്സിജൻസി ഉണ്ടാകുന്ന സമയത്ത് മാത്രമല്ല, നിങ്ങൾക്ക് ഏത് സമയത്തും നിയമപ്രകാരം ആൾക്കാരിലേക്ക് കോടതികളിലേക്ക് പോകാം. അപ്പോൾ അതിലൊരു സബ്സെക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ സബ്സെക്റ്റ് ഇതാ ഇന്ന പോലെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തായി? അങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് ജനാധിപത്യ വിരുദ്ധമാകുമോ? അത് ഭരണഘടനാ വിരുദ്ധമാകുമോ? ഇന്ത്യയുടെ ഭരണഘടന പറയുന്ന സെക്യുലറിസത്തിനോട് അത് ചേർന്ന് നിൽക്കുമോ? ഇതൊന്നും ഇല്ലാന്നാണല്ലോ അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഉമ്മൻചാണ്ടി സർക്കാർ തന്നെ വളരെ കൃത്യമായിട്ട് പേപ്പറിൽ സർക്കാർ കടലാസിൽ എഴുതി അഫിഡവിറ്റ് 2014 കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്നതിനപ്പുറത്തേക്ക് എന്ത് മാറ്റമാണ് ഈ സംഘടന? ശ്രീ എൻ ശ്രീകുമാർ, ആ മാറ്റം വിശദീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, നേതാക്കൾക്ക് തമ്മിൽ പരസ്പരം ഒരേ അഭിപ്രായം ഉണ്ടാക്കുവാനും സാധിക്കുന്നില്ല. VD സതീശൻ പറയുന്ന ആയിരിക്കില്ല K മുരളീധരൻ പറയുന്നത്, അതായിരിക്കില്ല രമേശ് ചെന്നിത്തല പറയുന്നത്, അതായിരിക്കില്ല മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പറയുന്നത്. ഇങ്ങനൊരു പ്രശ്നം ഇതിനകത്തുണ്ട്. കാരണം അവർ നിലപാട് മാറ്റിയിട്ടില്ല ജമാഅത്തെ ഇസ്ലാമി. നോക്കൂ മഞ്ജുഷേ, ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രായോഗിക രാഷ്ട്രീയത്തിലെ മുന്നണി സംവിധാനത്തിലെ ഒരു രാഷ്ട്രീയ കക്ഷി ഒരു കാലത്ത് എടുത്ത നിലപാട് മറ്റൊരു കാലത്ത് മാറ്റി പറയും. അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല, അത് ആദർശത്തിന്റെ വ്യതിചലനവുമല്ല. അതായത് അതാണ് മുന്നണി രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത. ഇപ്പൊ മുസ്ലിം ലീഗിനെ എതിർക്കുന്ന LDF അവർ ഇന്ത്യൻ നാഷണൽ ലീഗിനെ കൂടെ കൊണ്ട് നടക്കുന്നില്ലേ? പഴയ കാലത്ത് അഖിലേന്ത്യാ ലീഗിനെ കൂടെ കൊണ്ട് നടന്നില്ലേ? അപ്പൊ അതൊക്കെ ഓരോ കാലത്തും രാഷ്ട്രീയ മുന്നണി സംവിധാനത്തിൽ ഇങ്ങനെ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഇടപെടലിൽ നമുക്ക് ചില സംശയങ്ങളൊക്കെ വരും. ഇവിടെ ഉമ്മൻചാണ്ടി ഒരു അഫിഡവിറ്റ് കൊടുത്തതിനെ കുറിച്ച് ക്ഷീണിച്ച് പറഞ്ഞത് ശരിയാണ്. കാരണം ഒരു ഗവൺമെന്റ് സംവിധാനത്തില് അന്നത്തെ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില് ഗവൺമെന്റ് അഫിഡവിറ്റ് കൊടുക്കും, അത് തെറ്റില്ല, അത് കൊടുത്തിട്ടുണ്ട്. അത് പക്ഷെ ആ കേസിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായി വിധി വന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. കൃത്യമായിട്ട് അറിയില്ല, തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താം. മറ്റൊരു കാര്യം, അങ്ങനെയാണെങ്കിൽ പോലും എനിക്ക് അതിന്റെ വിധിയെപ്പറ്റി അറിയില്ല സാർ, പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും
ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അഭിപ്രായം മാറിയിരുന്നില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. അതെ, യു ഡി എഫിന്റെ നിലപാട് അങ്ങനെയായിരുന്നു. UDF-ന്റെ അഭിപ്രായം അത് തന്നെയാണ്. അല്ല ഞാൻ കേസിന്റെ വിധി പറഞ്ഞല്ലോ കോടതിയാണല്ലോ പ്രോസിക്യൂഷൻ കേസ്. അതെ, ഞാൻ പറഞ്ഞ പ്രോസിക്യൂഷന്റെ കാര്യത്തിൽ ഇപ്പൊ ചില കാര്യങ്ങളിൽ ഇപ്പൊ കേരള ഗവൺമെന്റിന്റെ CPM നേതാക്കൾക്കെതിരെ പ്രോസിക്യൂഷൻ പറയാറില്ലേ? കാരണം നിയമ സംവിധാനവും പ്രായോഗിക രാഷ്ട്രീയവും രണ്ടും രണ്ടായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിന്റെ കേരള അമീർ പറയാണ് വെൽഫെയർ പാർട്ടി രൂപീകരിച്ച ശേഷം ആ വെൽഫെയർ പാർട്ടിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അതിന്റെ അഭിപ്രായം ഞങ്ങൾ പറയില്ല, അത് വെൽഫെയർ പാർട്ടിയാ പറയുക. ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിപ്രായം ഞങ്ങൾ പറയും. പക്ഷെ വെൽഫെയർ പാർട്ടി വന്ന ശേഷം രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ അവരാണ് എടുക്കുക. ആ വെൽഫെയർ പാർട്ടിയാണ് നിലമ്പൂരും പാലക്കാടും ഒക്കെ UDF-നെ പിന്തുണച്ചത്. പിന്നെ മറ്റൊരു കാര്യം, അതിന്റെ കേരള അമീർ എന്ന് വെച്ചാൽ അദ്ദേഹമാണ് അതിന്റെ അവസാന വാക്ക്. അത് ഒരാള് ഒരു കാരക്കുന്ന് അദ്ദേഹം പറഞ്ഞത് ഈ നേരത്തെ പറഞ്ഞ ഒരു മതരാഷ്ട്രവാദത്തിന് സമാനമായ എന്തോ ഒരു കാര്യം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. പക്ഷെ അമീർ പറഞ്ഞത് ഞങ്ങൾ മതരാഷ്ട്രവാദം ഇല്ലാന്ന് പറഞ്ഞതല്ല പറഞ്ഞത്. അമീർ പറഞ്ഞത് മതരാഷ്ട്രവാദം ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ലെന്നാ പറഞ്ഞത്. അപ്പൊ ഉന്നയിച്ചിട്ടില്ലെന്ന് പറയുക മാത്രമല്ല, അദ്ദേഹം വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളോടെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതായത് വർഗീയ സംഘടനത്തിന് ഇടയാക്കുന്ന ഒന്നും ചെയ്യില്ല, വർഗീയത പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നും ചെയ്യില്ല എന്നൊക്കെ അമീറിന്റെ സ്റ്റേറ്റ്മെന്റുകളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് BD അതെ, എല്ലാ സംഘടനകളും അങ്ങനെ പറയുന്നതല്ലേ? അത്തരം അവകാശവാദങ്ങൾ എല്ലാ സംഘടനകളും നടത്തുന്നതാണ്. അങ്ങനെയെങ്കിൽ RSSും ഇതേ നിലപാട് തന്നെ പറയുന്നതാണ്. അതാണ് ആവർത്തിച്ച് ഇവിടെ ചോദിക്കുന്നത്. RSSന്റെ നിലപാടും ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടും തമ്മിൽ നിങ്ങൾ ആ വൈരുദ്ധ്യം എങ്ങനെ വിശദീകരിക്കും? അവരോട് നിങ്ങൾ സ്വീകരിക്കുന്ന സമീപനത്തെക്കുറിച്ച് നോക്കൂ മഞ്ജുഷേ, RSSും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമി നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയൊരു പ്രസ്ഥാനമൊന്നും അല്ല. ഇവിടെ ശ്രീ ഷാക്കിറിനൊക്കെ ഞാൻ എണ്ണത്തിന്റെ കാര്യത്തിലല്ല പറഞ്ഞത്, അതെനിക്കറിയാം. എണ്ണത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി വളരെ കുറവേ ഉള്ളൂ. ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ പറയട്ടെ. ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞുതരാം. അത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടുവരുന്നത് രാഷ്ട്രീയ ചർച്ചകൾ വഴിമാറാനാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ജമാഅത്തെ ബന്ധം CPM കാര്യമായി കൊണ്ടുവന്നു. പക്ഷെ ചർച്ചയാക്കിയില്ല മുസ്ലിം സംഘടനകൾ. കാരണം എന്താ അറിയാമോ? ആ CPM-ന്റെ ദുരുദ്ദേശമായിരുന്നു. ചർച്ചയാക്കിയില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് തള്ളിക്കളഞ്ഞു. ജമാഅത്തെ എന്നുള്ള ഒരു ഘടകത്തെ കുറിച്ചുള്ള ചർച്ച കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലും നിലമ്പൂർ അവസാനത്തെ ഉപതെരഞ്ഞെടുപ്പിലും ഈ പഞ്ചായത്ത് തലത്തിൽ സ്റ്റേറ്റ് അടിസ്ഥാന തെരഞ്ഞെടുപ്പിലും ജനം തള്ളിക്കളഞ്ഞു എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണം മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്തിൽ CPM ഇല്ലാതെ പോയതും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് CPM നഷ്ടപ്പെട്ടതും കണ്ണൂർ കോർപ്പറേഷൻ കോൺഗ്രസ് പിടിച്ചതും കാസർഗോഡ് CPM നഷ്ടപ്പെട്ടതും BJPക്ക് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഇല്ലാതായതും 6 കോർപ്പറേഷനിൽ 4 കോൺഗ്രസിന്റെ കയ്യിൽ വന്നതും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ഈ വിഷയം ജനങ്ങൾ എന്തൊരു വിഷയമാക്കുന്നില്ല എന്നതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇന്നിപ്പോ CPM പറയുന്നത് എന്താണ്? വെള്ളാപ്പള്ളി നടേശനെ കാര്യമായി പിന്തുണയ്ക്കുന്നുണ്ട് CPM. നോക്കൂ, ഒരു ഘട്ടത്തില് ഇവിടെ KK വിശ്വനാഥൻ വക്കീൽ SNDP യോഗം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ, MK രാഘവൻ വക്കീൽ SNDP യോഗം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ, ഡോക്ടർ KK രാഘവൻ SNDP യോഗം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അവരൊക്കെ കോൺഗ്രസ്സുകാരായിരുന്ന സമയത്ത് CPM-ന്റെ നിലപാട് എന്തായിരുന്നു? എന്തുകൊണ്ടാണ് SNDPക്ക് SRP രൂപീകരിച്ച് UDF-നൊപ്പം നിൽക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് NSS-ന് NDP രൂപീകരിച്ച് UDF-നൊപ്പം നിൽക്കേണ്ടി വന്നത്? ഇപ്പൊ അതാണോ CPM-ന്റെ നയം? അപ്പൊ അതുകൊണ്ട് കാലങ്ങളായിട്ട് പാർട്ടി അവരുടെ നിലപാടുകൾ മാറ്റും. പക്ഷേ ചില കാര്യങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ ആ പാർട്ടിയുടെ നേതാക്കൾ, അതായത് അവരുടെ അവസാന വാക്കായിട്ടുള്ള നേതാവ് ഇവിടെ അമീറാണ്. അത് എന്താണോ പറയുന്നത് അതാണ് വിശ്വസത്തിലെടുക്കുക. ഇതാണ് കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറഞ്ഞത് ഇതാണ്, ഞങ്ങൾ മതരാഷ്ട്രവാദം ഉന്നയിച്ചിട്ടില്ല എന്ന്. അത് വിശ്വാസത്തിലെടുക്കുകയായിരുന്നു UDF നേതൃത്വം ചെയ്തത്. പിന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമൊന്നുമല്ലല്ലോ. അവരെ വലിയ ഈ കേരള സമൂഹത്തിൽ എന്തോ ഒരു വലിയ സംഭവമാക്കി ഇപ്പോൾ അവതരിപ്പിക്കുകയാണ്. അത് രണ്ടുപേരും അതിനകത്തുണ്ട്, UDF-ഉം ഉണ്ട്, LDF-ഉം ഉണ്ട്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് 3 തരികിടകളാണ്. ഒന്ന്, ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം തള്ളി പറഞ്ഞു എന്ന് വരുത്തി തീർക്കുക. അങ്ങനെ തള്ളി പറഞ്ഞിട്ടില്ല. ഞാനിവിടെ ചോദിച്ചു, ഇക്കാമത്തുദ്ദീൻ ഇന്ന് അവിടെ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്നും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അതിൻ്റെ അർത്ഥം ഒന്നെങ്കിൽ പറഞ്ഞു തന്നാൽ മതി. ഇവിടെ ഇരുന്നിട്ട് അതിനെ വെളുപ്പിക്കുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള അത്രയേ ഉള്ളൂ. ഇക്കാമത്തുദ്ദീൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മലയാളത്തിലൊന്ന് പറഞ്ഞു തരാം. അതെന്താ നിങ്ങൾക്ക് പറയാൻ കഴിയും? ഒന്ന് ഡിഫൈൻ ചെയ്ത് തരൂ. അത് ചെയ്താൽ തീർന്നു കഥ, ഗെയിം ഓവറാണ്. അത് നിങ്ങൾ ചെയ്യുന്നില്ല, എന്നിട്ട് ഇല്ലാത്ത സാധനം വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇനി രണ്ടാമത്തെ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ഒരു ടു കോക്കി ഫാലസി, അതായത് ഞങ്ങൾ മാത്രമല്ല അവരും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളും ചെയ്യും എന്ന് പറയുന്ന നിലവിലുള്ള ഒരു അഴവഴമ്പൻ നിലപാട്. അതെങ്ങനെ ശരി? അപ്പോൾ പിന്നെ നിങ്ങൾ പറയുന്നതിൽ എന്താണ് വ്യത്യാസം? എന്താണ് അതിലൊരു ഔന്നിത്യം നിങ്ങൾക്ക് അവകാശപ്പെടാനുള്ളത്? ഇതാണ് അതിലൊരു കാര്യമുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം ഫോൾസ് ഇക്വലൻസ് ആണ്. അതായത് നിങ്ങൾ തെറ്റായ കമ്പാരിസൺസ് നടത്തുന്നു. ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് പറയുമ്പോൾ RSS-ഉമായിട്ട് കമ്പയർ ചെയ്ത സമയത്ത് നിങ്ങൾ പറയുന്നത്
തെറ്റായ കമ്പാരിസൺ ആണെന്ന് നിങ്ങൾ പറയുന്നത്. സത്യത്തിൽ അതാണ് കറക്റ്റ് കമ്പാരിസൺ. കാരണം എന്താ, നിങ്ങൾ പറയുന്നു രണ്ടും ഒരു നാണയത്തിന് രണ്ട് വശം എന്ന് പറഞ്ഞു പഠിപ്പിച്ചത് നിങ്ങൾ തന്നെയാണ്. ഇപ്പം നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നു അത് കമ്പയർ ചെയ്യാൻ പാടില്ല, അതെങ്ങനെ ശരിയാവുക? അപ്പോൾ നിങ്ങൾ പറയണം, ഈ പറയുന്ന RSSുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, എവിടെയാണ് RSSനെ മാറ്റി നിർത്തുന്നതും ജമാഅത്ത് ഇസ്ലാമിയെ എടുക്കുന്നതും എന്നുള്ളതിന് കൃത്യമായ കാരണം പറയാം, നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. അതോടൊപ്പം നിങ്ങളവിടെ കമ്പയർ ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ ലീഗ് അതുപോലുള്ള മറ്റ് ചില പാർട്ടികളുമായിട്ട്. അവരുടെ ഭരണഘടനയൊക്കെ എടുത്ത് നോക്കിയാൽ അതിൽ അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്, അത് ഡെമോക്രസി, സോഷ്യലിസം, സെക്യുലറിസം ഇതിനൊക്കെ ഉയർത്തി വെക്കുന്നതാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? മതരാഷ്ട്രവാദം, ഇഖാമത്തുദ്ദീൻ, ഹുക്കൂമത്തെ ഇലാഹി, ഇത് തന്നെയാണ് ഇപ്പോഴും എഴുതി വെച്ചിരിക്കുന്നത്. ജമാഅത്ത് ഇത്ര കാലം കൊണ്ട് നടന്ന ജനാധിപത്യ വിരുദ്ധതയാണ്, ജനാധിപത്യം ഹറാമാണ്, നിങ്ങളുടെ നിസ്കാരം പോലും സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക വ്യവസ്ഥിതി ആകണം എന്ന് പഠിപ്പിക്കുന്ന സാധനമാണ്. നമ്മളിത് പണ്ട് പറഞ്ഞ പ്രസംഗമൊന്നുമല്ല. ഈ ഏതാനും ആഴ്ചകൾക്ക് മുന്നേ നടന്നിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ ക്ലാസ്സുകളുണ്ട്, യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അവർ കൊടുക്കുന്ന ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഓറിയന്റേഷൻ കൊടുക്കുന്ന ക്ലാസ്സുകളിൽ ഇപ്പോഴും പഠിപ്പിക്കുന്ന സാധനമാണ് ഈ പറയുന്നത്. അവിടെ ഇപ്പോഴും പഠിപ്പിക്കുന്നു മതരാഷ്ട്രത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ തുടങ്ങുക. ഈ തരികൾ, ഈ 3 തരം തരികടകൾ മാറ്റി വെച്ചിട്ട് അവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യും, ഈ തരത്തിലുള്ള തെറ്റായ കമ്പാരിസൺസ്, അതുപോലെ നിങ്ങൾക്ക് RSSുമായിട്ട് എന്താണ് വേർതിരിക്കാനുള്ളത് എന്ന് ഈ പറയുന്ന 3 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ തനിയെ ജമാഅത്ത് ഇസ്ലാമി എടുത്ത് കളയും. പക്ഷെ നിങ്ങൾ അതിന് ശ്രമിക്കുന്നില്ല, പകരം ഈ തരികട നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് നമ്മളത് ആവർത്തിച്ച് പറയുന്നത്. ഈ തരത്തിൽ ചെയ്യുന്ന ഒരു പാർട്ടി UDFനെ നമ്മൾ തള്ളിയേ പറ്റൂ. ഓക്കെ, ശരി. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് നാഴികയ്ക്ക് 40 വട്ടം LDF നേതാക്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. CPM മാത്രമല്ല, ഘടകകക്ഷി നേതാക്കളും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഇത് UDF ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ ഒരു ഭീതി ഉണ്ടാക്കുക. ഇത് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ല കേട്ടോ, LDFന്റെ ഈ തന്ത്രം. അതുതന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുവാനുള്ള നീക്കം നടത്തുകയാണ്. അവിടെ വെള്ളാപ്പള്ളിയും ഉണ്ട് കൂടെ. ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ചില നേതാക്കന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില പ്രസ്ഥാനങ്ങൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ അവര് മതേതരവാദികൾ, എന്നാൽ മറുവശത്ത് നിൽക്കുമ്പോൾ അത് തീവ്രവാദികളും വർഗീയവാദികളുമായിട്ട്. ഇത് നമ്മൾ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല. പല പ്രസ്ഥാനങ്ങളെ അവർ പറയുന്നത് എങ്ങനെയാണ്, ഞങ്ങളോടൊപ്പമാണ് നിൽക്കുന്നത്, അവരിപ്പോൾ മതേതരവാദികളാണ്, ജനാധിപത്യവാദികളാണ്, സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരാണ്. മറിച്ച് ഏത് പ്രസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ പറയും അവർ തീവ്രവാദികളാണ്. ഇവിടെ നേരത്തെ സയ്യിദ് പണിക്കരൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുകൂടുന്നത് ഇടതുപക്ഷമായാലും തെറ്റാണെന്ന കാഴ്ചപ്പാടുകാരാണ് ഞങ്ങൾ അതിനൊക്കെ നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുള്ളവരാണ്. ജമാഅത്തെ ഇസ്ലാമി ഭരണഘടനാപരമായി തന്നെ ആത്യന്തികമായിട്ട് RSSനെ പോലെ തന്നെ ഒരു മതവർഗീയ സംഘടനയാണ്. RSSന്റെ ലക്ഷ്യം എന്താണ്? ഒരു ഹിന്ദു രാഷ്ട്രവാദം. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മുസ്ലിം രാഷ്ട്രവാദം. പക്ഷെ എണ്ണത്തിൽ കുറവുണ്ടോ വലിപ്പമുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. ഇപ്പൊ ഹിന്ദുക്കൾ 80% വരെ ഹിന്ദുക്കളിൽ വന്ന എത്ര പേരുണ്ട്? 5-10% പേരാണ് RSS പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ. ബാക്കിയുള്ള 10-70% പേരൊന്നും അതിനകത്ത് പ്രവർത്തിക്കുന്നവരൊന്നുമല്ല, അനുഭാവികളൊക്കെ ഉണ്ടാകും. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് കേരളത്തിൽ അവരുടെ എണ്ണം വളരെ കുറവാണെങ്കിൽ പോലും അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു മത തീവ്രവാദ പ്രസ്ഥാനമാണ്. അതിനോടൊത്ത് നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല. ഇപ്പൊ തീർച്ചയായിട്ടും VD സതീശൻ തന്നെ 4 വോട്ടിന് വേണ്ടി ഇങ്ങനെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് സഹകരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇലക്ഷന്റെ മുന്നിൽ വന്ന് നിന്നപ്പോൾ ഈ തീവ്രവാദ പ്രസ്ഥാനത്തിന് ഇപ്പോൾ മത തീവ്രവാദം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ അത് മത തീവ്രവാദം ഇല്ലാത്ത പരിശുദ്ധി, സീതയെ പോലെ അഗ്നിയിൽ പരിശുദ്ധി തെളിയിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു പരിശുദ്ധ പ്രസ്ഥാനമായിട്ട് കാണുമ്പോൾ നമുക്കതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നല്ലേ ഉള്ളൂ. എവിടെയെങ്കിലും 10 പക്ഷേ ഇത് അല്ല, ദേശീയ തലത്തിൽ BJPക്കെതിരെയുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. CPMനെ വിജയിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് നന്ദി പറഞ്ഞിട്ടുണ്ട് CPMന്റെ MLA, അല്ല CPMന്റെ MP. ഞാൻ പറഞ്ഞല്ലോ, ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും ഏതൊരു പ്രസ്ഥാനമായാലും ഇവിടെ ജനാധിപത്യ മതേതര പ്രസ്ഥാനം എന്നാണ് ഞങ്ങളും അവകാശപ്പെടുന്നത്, UDF അവകാശപ്പെടുന്നത്. അങ്ങനെ ജനാധിപത്യ മതേതര പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമി പോലെയോ പോപ്പുലർ ഫ്രണ്ടിനെ പോലെയോ SDP പോലെയുള്ള മത തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് കൂട്ടുവിടാൻ പാടില്ല. ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ കൂടിയിട്ടുണ്ട്, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് മറുവശത്ത് കൂടിയിട്ട് ഇന്നലെ LDFുമായിട്ട് സഖ്യമായിരുന്നു എന്ന് പറയുന്നത് കൊണ്ട് അതിനെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. അവൻ വലിയ തെറ്റ് ചെയ്തു, അതുകൊണ്ട് ഞങ്ങളൊരു ചെറിയ തെറ്റ് ചെയ്യുന്നു. തെറ്റിനെ തെറ്റുകൊണ്ടല്ല നേരിടേണ്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും അല്ലല്ല, മനസ്സുകൊണ്ട് CPMന് ജമാഅത്തെ ഇസ്ലാമിയോട് താല്പര്യമുണ്ട്. അതാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്തുണ സ്വീകരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പിന്തുണ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല, അങ്ങനെ ചെയ്യുന്നുമുണ്ട്. കേരളം വിട്ടുകഴിഞ്ഞാൽ അതിന് കുഴപ്പമില്ല. എന്നിട്ട് കേരളത്തിൽ വരുമ്പോൾ UDF പിന്തുണ സ്വീകരിക്കുമ്പോൾ പറയുന്നത് അവർ വർഗീയവാദികളാണ് എന്ന്. വർഗീയവാദി എന്ന് വർഗീയവാദി തന്നെ തർക്കമൊന്നുമില്ല. വർഗീയവാദി ഒന്നും നമുക്ക് വെള്ളം പൂശിക്കൊണ്ട് ഇപ്പൊ പുള്ളിപ്പുലിയുടെ പെയിന്റ് അടിച്ചാലും പുള്ളിപ്പുലിയുടെ പുള്ളി മാറും. പക്ഷെ വോട്ടിന്റെ കാര്യത്തിൽ വരുമ്പോൾ അത് കുഴപ്പമില്ല. ശ്രീത്ത്, അങ്ങനെ ഒരു ഇരട്ടത്താപ്പ് ഉണ്ടല്ലോ അല്ലേ LDFന്റെ ഭാഗത്തു നിന്നും?
തീർച്ചയായിട്ടും അത് ഇല്ല എന്ന് ശ്രീ ബലദേവ് പോലും പറയുന്നില്ല എന്നുള്ളത് സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം തരാതരം രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് ഇവർ പ്രവർത്തിക്കുമ്പോൾ ആ ഒരു കോമൺ ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആ വോട്ട് നേടുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. നമുക്ക് പറയാൻ പറ്റുമോ ജമാഅത്തെ ഇസ്ലാമിക്കാരും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പാടില്ല എന്നാർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്, എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ വോട്ട് സ്വീകരിക്കുകയോ തള്ളുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മളതിനെ ന്യായീകരിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് അവർക്ക് തോന്നുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവിന് പറയാമായിരുന്നു. അവരത് ഞങ്ങൾക്ക് തരുന്നെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ സൗകര്യം എന്ന് മാത്രം പറയണമായിരുന്നു. അതല്ലാതെ ഒരു പടി കൂടി കടന്ന് ജമാഅത്തെ ഇസ്ലാമി എന്താണ് എന്നൊക്കെ കേരളീയ പൊതുസമൂഹത്തിന് ക്ലാസ് എടുക്കേണ്ടുന്ന ആവശ്യം പ്രതിപക്ഷ നേതാവിനുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിനെ ശ്രീകുമാർ സാറുണ്ട്, അപ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസിനെ ന്യായീകരിക്കാം, പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ കൂടി ന്യായീകരിക്കേണ്ടുന്ന അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാവുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഗതികേടിലേക്ക് വരുന്നുണ്ട് കേട്ടോ ശ്രീകുമാർ സാർ. അങ്ങനെ ഒരു ഗതികേടിലേക്ക് വരുന്നുണ്ട്. മുമ്പ് SDPയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. SDPയുടെ വോട്ട് പല ഘട്ടങ്ങളിലും സ്വീകരിച്ചിട്ടുണ്ട്, എങ്കിൽ പോലും വോട്ട് വേണ്ട എന്ന് പറഞ്ഞ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ശ്രീകുമാർ സാർ. എന്നോടാണോ? അതെ അതെ അതെ. അല്ല, നോക്കൂ മഞ്ജുഷേ, ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള പ്രസ്ഥാനത്തിന്റെ നേതാക്കള്, അതിന്റെ അമീർ ഒരു കാര്യം പറഞ്ഞാൽ അത് വിശ്വസിക്കാനല്ല. ഇപ്പൊ KPCC പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതല്ല ശരി, പണ്ട് നിങ്ങളുടെ കാര്യം ഇങ്ങനെ ആയിരുന്നു എന്ന് പറയേണ്ടതല്ലോ. ആരാണോ ആ പാർട്ടിയുടെ അധിപൻ അയാൾ പറയുന്നത് ശ്രദ്ധിക്കുക. അത് അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും സമ്മതിക്കുമോ ഞങ്ങൾ വർഗീയവാദികളാണ് എന്ന്? അല്ല, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ഒറ്റ മിനിറ്റ് പറയട്ടെ. ശരി, ശ്രീധരനുള്ള മറുപടി. അത് ശ്രീമ സാർ തുടക്കം മുതൽ അതാണ് പറയുന്നത്. ആ അമീറിനെ, ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ല, അമീറിനെ വിശ്വസിക്കുകയാണെങ്കിൽ അമീറിനെ കാണുന്ന സമയത്ത് അമീറിനോട് അദ്ദേഹം ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിന് ചോദിക്കാം, സതീശന് ചോദിക്കാം, ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. നേരത്തെ ഇവിടെ ശ്രീ ആരിഫ് പറഞ്ഞ ഒരു കാര്യമാണ്, ഇക്കാമത്തുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റി പറഞ്ഞു. അതെന്താണെന്ന് അവരുടെ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട്. ഏറ്റവും ചുരുക്കമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദീൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അവർ പറയുന്ന കാര്യം അള്ളാഹുവിൻ്റെ പ്രീതിയും പരലോക വിജയവും കരസ്ഥമാക്കണം എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. അള്ളാഹുവിങ്കൽ സ്വീകാര്യമായിട്ടുള്ള ഏക ദീൻ എന്ന് പറയുന്നത് ഇക്കാമത്തുദ്ദീനാണ്. അതിനു വേണ്ടിയിട്ട് ഓരോരുത്തരും ശ്രമിക്കുക എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? രാഷ്ട്രീയം, സാമൂഹികം, സാമ്പത്തികം തുടങ്ങിയുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ പരിധിക്ക് പുറത്തല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അവർ പറയുന്നത്? അതുകൊണ്ട് നിങ്ങൾ ഈ പുരോഗതി രാഷ്ട്രീയ വ്യവസ്ഥയിലേക്ക്, സാമൂഹ്യം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക, വ്യക്തിജീവിതത്തിലേക്ക് കൊണ്ടുവരിക, രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ സാമൂഹ്യമായിട്ടും വ്യക്തിപരമായിട്ടുമുള്ള പൂർണ്ണമായ അർത്ഥത്തിൽ അതിനെ നടപ്പാക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ സമൂഹം പുരോഗമിക്കൂ. എന്ന് വെച്ചാൽ ഇസ്ലാമികമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റിനെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യുക. അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള, അതിൻ്റെ സോവറണിറ്റി എല്ലായ്പ്പോഴും അവരുടെ ഏകദൈവത്തിലാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞത്. അതിനുള്ള മറുപടി അമീറിനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് അറിയാമല്ലോ. അല്ലല്ല, അതായത് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ അഖില ലോക കാര്യമല്ല നമ്മൾ സംസാരിക്കുക. ഇപ്പൊ ജമ്മു കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി, കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി വ്യത്യാസം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. കേരളത്തിലെ ജമാഅത്തെ അല്ല, ഞാൻ പറയട്ടെ, നിങ്ങളെ സമയം അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ എന്തിനാണ് രോഷം കൊള്ളുന്നത്? എന്തിനാണ് രോഷമൊന്നുമല്ല ചോദിക്കുക. നിങ്ങള് ഒരു മണിക്കൂറായിട്ട് നമ്മൾ ചോദിക്കുകയാണ്, ഇതുവരെ ഉത്തരം വന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ടീച്ചറായില്ലേ? അല്ല, നിങ്ങൾക്ക് ഉത്തരം പറയാനല്ല, ഞാനിത് കേൾക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഞാനും നമ്മൾ ജനങ്ങളിൽ പെട്ടവരല്ലേ, നമ്മളോട് ഉത്തരം. നിങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യം, നിങ്ങൾ തർക്കിക്കില്ല, നിങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ട്. ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന സാധനം ജമാഅത്ത് ഇസ്ലാമി കേരളത്തിലും ജമ്മു കാശ്മീരിലും എന്താ വ്യത്യാസം എന്ന് പറയൂ. നിങ്ങളുടെ സംശയം നിങ്ങൾക്ക് വേണേ എവിടെ വേണേ തീർത്തുള്ളൂ. എനിക്ക് നിങ്ങളുടെ സംശയം തീർത്തു തരാൻ സാധ്യമല്ല. ഞാൻ പറയുന്നത് സാധിക്കുന്നില്ല, അതാണ് പ്രശ്നം. നിങ്ങളൊന്നും മിണ്ടായിരിക്കും സുഹൃത്തെ. നിങ്ങൾ UDF വിരോധിയാണ്, നിങ്ങൾ കോൺഗ്രസ് വിരോധിയാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ അത്ര ഗൗരവത്തിൽ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞ ഷീത്ത് പണിക്കർ പറഞ്ഞതിന്റെ കാര്യങ്ങളുണ്ട്. അതായത് ഉമ്മൻചാണ്ടിയുടെ അഫിഡവിറ്റിനെ കുറിച്ച് അതിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി എടുത്ത നിലപാടും കേരളത്തിലെ നിലപാടും ചർച്ചയായപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയാണെന്നുള്ളതായിരുന്നു നമ്മളൊക്കെ ഇവിടെ കേട്ടുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിന്റെ അമീർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് വർഗീയ സംഘടനത്തിന് ഇടയാക്കുന്ന ഒന്നും ഞങ്ങൾ ചെയ്യില്ലെന്ന്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയാണ് UDF നിലമ്പൂരിലും പാലക്കാട്ടും ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇനി സ്വീകരിക്കാനും പോകുന്നത്. അത് ജനങ്ങൾ അതിനെതിരെല്ലാം ഞാൻ സ്ഥാപിച്ചു കഴിഞ്ഞു. മറ്റൊരു കാര്യം, ഇവർ സഖ്യകക്ഷിയല്ല മഞ്ജുഷേ, ഇവർ സഖ്യകക്ഷി UDFന്റെ കക്ഷിയല്ല.
പിന്തുണയ്ക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയാണത്. ആ പിന്തുണ നാളെ ഏതൊരു പാർട്ടിക്ക് ഏത് മുന്നണിക്കാണോ ആ മുന്നണിക്ക് ഒരു പാർട്ടി പിന്തുണ കൊടുത്താൽ അതിന്റെ ഭൂതകാലം ആരും തെരഞ്ഞു പോകാറില്ല. രാഷ്ട്രീയത്തിൽ ഭൂതകാലം തെരഞ്ഞു പോകുന്നതാണെങ്കിൽ നമുക്ക് ഒരുപാട് വിഷമിക്കേണ്ടി വരും. കാരണം കേരളത്തിലെ വെൽഫെയർ പാർട്ടി സഖ്യകക്ഷിയാണോ? അല്ല, കേരളത്തിലെ അല്ല. വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് അല്ല, സഖ്യകക്ഷിയല്ല. അത് UDF അല്ലേ? സഖ്യകക്ഷിയാക്കാൻ കൊള്ളില്ലേ എന്നാണ് എന്റെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ അമീറിനെ വിശ്വസിക്കാമെങ്കിൽ പിന്നെ സഖ്യകക്ഷി ആക്കാമല്ലോ. അതാണ് എന്റെ ചോദ്യം. മാറ്റി നിർത്തുന്നത് സഖ്യകക്ഷിയാക്കാൻ കൊള്ളുവോ ഇല്ലയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത്രയ്ക്ക് കൊള്ളില്ല. അതാണ് ഞാൻ പറയട്ടെ. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറാണ് മുജീബുർ റഹ്മാൻ. വെൽഫെയർ പാർട്ടി വേറെയാണ് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, നിയന്ത്രണം ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെയാണ്, അതിൽ ആർക്കും സംശയമില്ല. RSSന്റേതാണ് BJP എന്ന് പറഞ്ഞ പോലല്ലേ ഉള്ളൂ. നമ്മൾ BJPയെ പറയുന്നത് കുറ്റം പറയും. നിങ്ങളിത് സംസാരിക്കാൻ അനുവദിക്കില്ലേ? ഞാൻ പറയുന്നത് അല്ല, ശ്രീസ് പണിക്കരെ, ഞാൻ കാര്യം പറയട്ടെ. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറയാണ് വെൽഫെയർ പാർട്ടിയുടെ കാര്യം ഞങ്ങൾ പറയില്ല, ജമാഅത്തിന്റെ കാര്യം ഞങ്ങൾ പറയാം, വെൽഫെയർ പാർട്ടിയുടെ കാര്യം വെൽഫെയർ പാർട്ടി പറയുന്ന വെച്ചാൽ അതാണ് വിശ്വാസം. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഈ പിന്തുണയുടെ കാര്യവും കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. VD സതീശൻ തന്നെയാണ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നവരല്ല ഇപ്പോൾ. ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലെ, അതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില്, അതുപോലെ ഇനിയും ആ പിന്തുണ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഏതാണോ അവർ നൽകിയ സഹകരണത്തെ അംഗീകരിക്കുന്നുള്ളതാണ്. അത് ഏത് പാർട്ടിയും അംഗീകരിക്കും, ഏത് മുന്നണിയും അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് മുമ്പ് CPM സ്വീകരിച്ചിട്ടില്ലേ. ശരിയാണ്, അവർക്ക് സ്വീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന്. ശരി, ആരിഫ് എന്താണ്? ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ ഇദ്ദേഹം സംസാരിക്കുമ്പോൾ ഈ അമീർ എന്നൊക്കെ പറയുമ്പോൾ തേനും പാലും ഒഴുകാണ്. ഞാൻ ചോദിക്കുന്നത് ഇതേപോലെ RSSന്റെ സർസംഘ് ചാലകനെ എടുക്കുമോ എന്നാണ് നമ്മൾ തുടക്കം മുതലേ ചോദിക്കുന്നത്. ഇതുവരെ ഉത്തരവില്ല. 2, ഇവിടെ വെൽഫെയർ പാർട്ടിയുടെ കാര്യം പറയുന്നു എന്നല്ലല്ലോ ഇവിടെ പറഞ്ഞത്. ഇവിടെ എന്താ പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം നിർത്തി എന്നാണ് പറഞ്ഞത്. അതും ഈ പറയുന്ന വെൽഫെയർ പാർട്ടി തമ്മിൽ ബന്ധമില്ലാന്ന് നിങ്ങൾ പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നിങ്ങൾ പറയുന്നത്? എന്തിനാണ് VD സതീശൻ അത് പറയുന്നത്? അതുകൊണ്ടാണ് നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുമെന്ന് VD സതീശൻ യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുവെന്ന് 66% പ്രേക്ഷകർ, ഇല്ല എന്ന് 30%. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി.